പ്രിയപ്പെട്ടവരെ, ഇന്ന് ഗാന്ധി ജയന്തി ദിവസമാണ്. ശ്രീനാരായണ ഗുരുവും ഗാന്ധിയും കണ്ടുമുട്ടിയിട്ട് അവർ തമ്മിൽ ശിവഗിരിയിൽ വെച്ച് സംസാരിച്ചതിൻ്റെ 100ാം വാർഷികം മരട് SNDP ശാഖ ഇവിടെ അതിനനുസ്മരിച്ചുകൊണ്ടൊരു പരിപാടി നടത്തുന്ന ദിവസമാണ്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാസ്ഥാനമാണ് ഇത് എന്ന് ശ്രീനാരായണ ഗുരു എഴുതി വച്ചത് അരുവിപ്പുറത്തെ ശ്രീനാരായണ ഗുരു ശിവനെ പ്രതിഷ്ഠിച്ച ഭൂമിയിലാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഈ ഗുരുഭൂമിയിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു പ്രതിമയുണ്ട്. ഗുരുദേവൻ്റെ ഒരു പ്രതിമ ഒരിടത്ത് ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ഭൂമി ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന ഭൂമിയാണ്. ഈ ഭൂമിയിൽ നിന്നുകൊണ്ടാണ് ഗാന്ധിയെയും ഗുരുവിനെയും നമ്മൾ അനുസ്മരിക്കുന്നത്. പക്ഷെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, മരടിലെ സന്ധിയിൽ ഇവിടുത്തെ ശ്രീനാരായണീയരായ ആളുകളോട്, ഈ സമൂഹത്തിലെ പൊതുജനങ്ങളോട് എനിക്ക് സംസാരിക്കാൻ മരടിലെ പോലീസുകാരുടെ സംരക്ഷണം ആവശ്യമായി വരുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ട്? ഗുരുവിനെപ്പറ്റിയും ഗാന്ധിയെപ്പറ്റിയും ഒരു ഗാന്ധി ജയന്തി ദിവസം ഇവിടുത്തെ നാട്ടുകാരോട് ഈ സന്ധിയിൽ സംസാരിക്കാൻ എന്തിനാണ് ഒരു അധ്യാപകനായ എനിക്ക് പോലീസിൻ്റെ സംരക്ഷണം? ഈ നാട്ടിൽ ഭരണഘടന ഉറപ്പ് നൽകുന്ന, നമ്മുടെ ഭരണഘടനയുടെ അനുച്ഛേദം 19 ഉറപ്പ് നൽകുന്ന സ്വാതന്ത്ര്യമില്ലേ? സംസാരിക്കാനുള്ള അവകാശമില്ലേ? ഈ നാട്ടിൽ ഇവിടുത്തെ ശ്രീനാരായണീയർക്ക് അവരുടെ സ്വന്തം ഭൂമിയിൽ സംഘടിക്കാനുള്ള അധികാരമില്ലേ? ഈ ഭൂമിയിൽ ഇവിടെ നിന്നുകൊണ്ട് ഗാന്ധിയെ സ്മരിക്കാൻ പോലും ഈ സ്വതന്ത്ര കേരളത്തിൽ, ഈ ജനാധിപത്യ കേരളത്തിൽ നമുക്ക് പോലീസിൻ്റെ സഹായം വേണ്ടി വരുന്നു. ഈ ജാതിയില്ലാത്ത നാടാണ് കേരളം. ജാതിയെല്ലാം പോയി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഹിന്ദുക്കൾ ഒന്നാണ്, ഹിന്ദുക്കൾ ഉണർന്നു കഴിഞ്ഞു എന്നെല്ലാം പറയുന്നവർ മരടിലേക്ക് വരണം, ഇവിടെ ഒന്ന് കാണണം. കാരണം ഇവിടെ പറയുന്നത് എന്താണ്? ഈ ഭൂമി ഇന്ന് ഗുരുവിനെ സ്മരിക്കാൻ, ഗാന്ധിയെ സ്മരിക്കാൻ നമ്മളിവിടെ കൂടുന്ന സമയത്ത് നമ്മുടെ നാടിൻ്റെ അവസ്ഥ എന്താണ്? എന്തിനാണ് ഗാന്ധി ഇത്ര ദൂരം സഞ്ചരിച്ച് ശ്രീനാരായണ ഗുരുവിനെ കാണാൻ വന്നത്? അത് വൈക്കം സത്യാഗ്രഹം നടന്നതുകൊണ്ടാണ്. വൈക്കം സത്യാഗ്രഹം നടന്നതെന്തിനു വേണ്ടിയാണ്? ക്ഷേത്രത്തിൽ കയറാൻ വേണ്ടിയല്ല, മറിച്ച് ശ്രീപത്മനാഭൻ്റെ നാട് എന്ന് പറയുന്ന ഈ തിരുവിതാംകൂർ എന്ന് പറയുന്ന രാജ്യം ഒരു സവർണ ഹിന്ദു രാജ്യമാണ്. ഇന്ന് ഹിന്ദു രാജ്യം സ്ഥാപിക്കാൻ നടക്കുന്നവരുടെ കാലമാണല്ലോ. ഈ കാലത്ത് ഈ നാട് ഒരു ഹിന്ദു രാജ്യമായി മാറിയാൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് നിങ്ങൾക്കറിയണമെങ്കിൽ നിങ്ങൾ 100 വർഷം മുമ്പത്തെ തിരുവിതാംകൂർ എന്ന് പറയുന്ന ഹിന്ദു രാജ്യത്തിൻ്റെ ചരിത്രം പഠിച്ചാൽ മാത്രം മതി. തിരുവിതാംകൂർ ഒരു ഹിന്ദു രാജ്യമാണ്. ആ ഹിന്ദു രാജ്യത്ത് ഒരു ക്ഷേത്രമുണ്ടെങ്കിൽ ആ ക്ഷേത്രത്തിൻ്റെ വഴികളിലൂടെ പോലും നടന്നു പോകാൻ, പട്ടിയും പൂച്ചയും നടക്കുന്ന വഴിയിലൂടെ പോലും നടന്നു പോകാൻ ഈഴവന് അവകാശമില്ല, പുലയന് അവകാശമില്ല, പറയന് അവകാശമില്ല. ഇവിടെ മത്സ്യം പിടിക്കുന്ന മുക്കുവർക്ക് അവകാശമില്ല. ഇവിടുത്തെ ഈ ഭൂമി, ഈ വനത്തിൻ്റെ അവകാശികളായ ആദിവാസികൾക്ക് അവകാശമില്ല. മറിച്ച് ഈ ഭൂമിയിൽ, ഈ നാട്ടിൽ ജനിച്ച് തലമുറകളായി ജീവിക്കുന്നവർക്ക് ആർക്കും അവകാശമില്ല. ആ ഭൂമിയിലൂടെ നടന്നു പോകാൻ, ആ പൊതുവഴിയിലൂടെ നടന്നു പോകാൻ അവകാശമുള്ളത് സവർണരെന്നവർ വിളിക്കുന്ന ആളുകൾക്ക് മാത്രം. അന്ന് വൈക്കം ക്ഷേത്രത്തിൽ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, വൈക്കം ക്ഷേത്രത്തിൻ്റെ ഈ നടവഴികളിൽ നിന്ന് ഈ ക്ഷേത്രത്തിൻ്റെ മതിലിനോട് ചേർന്നാണ് അവിടുത്തെ വഴി. നിങ്ങൾ കൂടൽമാണിക്യം ക്ഷേത്രത്തെ പറ്റി ഇപ്പോൾ കേൾക്കുന്നുണ്ട്, വാർത്തകൾ കാണുന്നുണ്ട്. ആ ക്ഷേത്രത്തിൻ്റെയും സ്ഥിതി അതുതന്നെയാണ്. അപ്പോൾ ആ പൊതുവഴിയുടെ ഓരത്ത് നിൽക്കുന്ന മരങ്ങളിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് പൊതു ഉടമസ്ഥതയിലുള്ള മരമാണെന്ന്. പഴയ കാലത്ത് നമ്മൾ ഈ മരങ്ങളൊക്കെ നോക്കിയാൽ അറിയാം, റോഡ് സൈഡിൽ നിൽക്കുന്ന മരത്തിൻ്റെയൊക്കെ തൊലി ചെത്തി മാറ്റി അവിടെ മഞ്ഞ പെയിൻ്റ് അടിച്ച് അവിടെ കറുത്ത അക്ഷരം കൊണ്ട് ആ മരത്തിൻ്റെ നമ്പർ രേഖപ്പെടുത്തുക. കാരണം അതൊരു പൊതു സ്വത്താണ്. അങ്ങനെ അത് പൊതുമരാമത്ത് വകുപ്പിൻ്റേതാണ്. ആ ഭൂമിയും ആ റോഡും എന്ന് തെളിയിക്കാനുള്ള ഏറ്റവും വലിയ തെളിവാണ് വൈക്കം ഈ പറയുന്ന ഭൂമിയുടെ ഈ റോഡിനോട് ചേർന്ന് നിൽക്കുന്ന മരങ്ങൾ. ഒരു പൊതുവഴി, ആ പൊതുവഴിയിലൂടെ നടന്നു പോകാൻ ഈഴവർക്ക് അവകാശമില്ല. അവിടെ ശ്രീനാരായണ ഗുരുവിന് ഒരു ആശ്രമം ഉണ്ടായിരുന്നു. ഇന്ന് നിങ്ങൾക്ക് അവിടെ പോയാൽ കാണാം ആ ആശ്രമം. അത് സ്കൂളിനോട് ചേർന്ന് ഇന്നും അവിടെയുണ്ട്. അതൊരു വലിയ സ്കൂളാണ്. അങ്ങനെ ആ ഗുരു അവിടെ വൈക്കത്തെ ബോട്ട് ജെട്ടിയിൽ ബോട്ടിൽ ഇറങ്ങി റിക്ഷാ വണ്ടിയിൽ ഈ ആശ്രമത്തിലേക്ക് പോകും. അങ്ങനെ ഒരു ദിവസം ഗുരു പോകാൻ നേരത്ത് ഒരു സംഭവം ഉണ്ടായി.
ഗുരു റിക്ഷാവണ്ടിയിൽ കയറുന്ന സമയത്ത് വൈക്കം ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഈ വഴിയിലൂടെ, ഈ രാജവീതിയിലൂടെ കടന്നു പോകാൻ ഈഴവനായ ശ്രീനാരായണ ഗുരുവിന് അവകാശമില്ല. അതിനെപ്പറ്റി അന്ന് ഗുരുവിനെ അവിടെ തടഞ്ഞു നിർത്തി, അപമാനിച്ചു, റിക്ഷാവണ്ടിയിൽ നിന്ന് ഇറക്കി വിട്ടു. ഇതിനെ തുടർന്നാണ് വൈക്കത്ത് സത്യാഗ്രഹം ഉണ്ടാകുന്നത്. നമ്മൾ ഓർക്കണം, പൊതുവഴിയിലൂടെ നടന്നു പോകാൻ അവകാശമില്ലാത്ത കാലം. അതിനെപ്പറ്റി പിന്നീട് നമ്മുടെ മൂലൂർ പത്മനാഭ പണിക്കർ ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യൻ കവിതാരൂപത്തിൽ എഴുതിയിട്ടുണ്ട്. ചിദംബരം പിള്ളയ്ക്ക് എഴുതിയ കത്തിൽ, ഒരു കവിതാ കത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, വൈക്കത്ത് വച്ച് മുന്നം റിക്ഷാവണ്ടിയിൽ മുനി മുഖ്യനാം നാരായണസ്വാമികൾ പോയിടവേ. മുനിമുഖ്യനായ നാരായണസ്വാമി വൈക്കത്ത് റിക്ഷാവണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കെ മുഷ്കെഴുമൊരു മഹീദേവത നേരെ വന്ന് ചക്രവാഹകനോട് മാറുകയെന്ന് ചൊല്ലി. മഹീദേവത, ഈ ഭൂമിയിലെ ദേവതമാരാണ് ബ്രാഹ്മണർ എന്നാണ് വിൽപ്പ്. ഭൂമിയിൽ മനുഷ്യരല്ലേ ഉള്ളത്, മൃഗങ്ങളല്ലേ ഉള്ളത്, സസ്യങ്ങൾ ലതാദികളല്ലേ ഉള്ളത്? അല്ല, ഇവിടെ ഭൂമിയിൽ ദൈവങ്ങളുമുണ്ട്. അവരെ നമ്മൾ ഭൂസുരന്മാരെന്ന് വിളിക്കണം. ആരാണ് ഈ ഭൂമിയിലെ ദൈവങ്ങൾ, ഭൂസുരന്മാർ? അവർ ബ്രാഹ്മണരാണ്. ഈ ജഗത്ത് എന്തിനധീനമാണ് എന്ന് ചോദിച്ചാൽ ദൈവവിശ്വാസികൾ പറയും ദൈവത്തിനധീനമാണ്, ഈ ദൈവാധീനമായ ജഗത്ത്. അപ്പോൾ ഈ ദൈവം എന്ന് പറയുന്നത് എന്തിനധീനമാണ്? ദൈവം എന്ന് പറയുന്നത് മന്ത്രാധീനമാണ്. മന്ത്രാധീനം തു ദൈവത്തെ. മന്ത്രം കൊണ്ട് ദൈവത്തെ നിയന്ത്രിക്കാം. ഈ ഭൂമിയെ, പ്രപഞ്ചത്തെ ആര് നിയന്ത്രിക്കും? ദൈവം നിയന്ത്രിക്കും. ആ ദൈവത്തെ ആർക്ക് നിയന്ത്രിക്കാം? മന്ത്രത്തിന് നിയന്ത്രിക്കാം. ആ തദ് മന്ത്രം, ആ മന്ത്രം ബ്രാഹ്മണാധീനം. ആ മന്ത്രം ആർക്കാണ് അറിയുക? ബ്രാഹ്മണനറിയാം. അതുകൊണ്ട് ബ്രാഹ്മണോ മമ ദൈവതം, ബ്രാഹ്മണനാണ് എൻ്റെ ദൈവം എന്ന് വിശ്വസിക്കുന്ന ആളുകൾ, ഈ ഭൂമിയുടെ സ്പന്ദനം പോലും നിയന്ത്രിക്കാൻ ശേഷിയുള്ള ഭൂമിയിലെ ദൈവങ്ങളാണ് ബ്രാഹ്മണർ എന്ന് വിശ്വസിക്കുന്ന ഒരു ജനത. അത് സ്വയം ആ ജനതയെ വിശ്വസിപ്പിക്കാൻ വേണ്ടി 100 കഥകൾ, കെട്ടുകഥകൾ എഴുതിയുണ്ടാക്കിയ ബ്രാഹ്മണരും അവരുടെ സാഹിത്യവും, ആ സാഹിത്യത്തിൻ്റെ കഥകളുടെ, കെട്ടുകഥകളുടെ ലോകത്ത് വീണുപോയി സ്വന്തം ജീവിതവും സ്വന്തം തലമുറയുടെ ജീവിതവും തുലച്ചു കളഞ്ഞ നമ്മളെപ്പോലുള്ളവർ, ഇതെല്ലാം ചേർന്നതാണ് പ്രിയപ്പെട്ടവരെ ഈ ഹിന്ദുമതം. നിങ്ങൾ ഓർക്കണം, ഈ ഭൂമിയിൽ നിങ്ങൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് പണം കൊടുത്തു വാങ്ങിയ ഈ ഭൂമിയിൽ നിങ്ങൾക്ക് അവകാശമുണ്ട് എന്ന് തെളിയിക്കാൻ ഇന്ന് പതിറ്റാണ്ടുകളുടെ നിയമ പോരാട്ടമാണ്. ഈ ഭൂമിയിലൂടെ ബ്രാഹ്മണർക്കുള്ള അവകാശം ഈ നാട്ടുകാർക്ക് വിശ്വസിക്കാൻ ഒരു തെളിവും വേണ്ട. കാരണം ഈ കേരളത്തിൻ്റെ ഭൂമി മുഴുവൻ, അത് വൈക്കം ക്ഷേത്രത്തിൻ്റെ ഇടവഴികളായാലും ശരി, ബോട്ടുചെട്ടിയിൽ നിന്ന് വൈക്കം ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയാണെങ്കിലും ശരി, മരടിലെ ഈ പൊതുവഴിയാണെങ്കിലും ശരി, ഈ ഭൂമി മുഴുവൻ ആരുടേതാണ് എന്നൊരു മലയാളിയോട് ചോദിച്ചാൽ അവൻ ടെക്സ്റ്റ് ബുക്കുകളിൽ പോലും, ഇന്നും നമ്മളുടെ സർക്കാർ പഠിപ്പിക്കുന്ന പാഠപുസ്തകങ്ങളിൽ നിന്ന് പോലും കൊച്ചു ക്ലാസ്സിലെ കുട്ടികൾ പഠിപ്പിക്കുന്നുണ്ട്. എന്താണ്? പരശുരാമൻ മഴുവെറിഞ്ഞ് നിർമ്മിച്ചതാണ് കേരളം. എന്നിട്ട് ആ പരശുരാമൻ മഴുവെറിഞ്ഞ് നിർമ്മിച്ച കേരള ഭൂമിയെ ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു. അപ്പോൾ ബ്രാഹ്മണർക്ക് ദാനം കിട്ടിയ ഭൂമിയിൽ അവരുടെ ഔദാര്യത്തിൻ്റെ കീഴ്പ്പെട്ട് ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാണ് ഈ മലയാളികളായ എല്ലാവരുമെന്ന് നമ്മൾ വിശ്വസിച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു ശ്രീനാരായണ ഗുരുവിന് മുമ്പ്. ഇവിടെ ഒരു ജനാധിപത്യ കേരളം ഉണ്ടാകുന്നതിന് മുമ്പ്, ഇവിടെ വൈക്കം സത്യാഗ്രഹം നടക്കുന്നതിന് മുമ്പ്, അതിനുശേഷം ഇവിടെ വലിയ പോരാട്ടങ്ങൾ നടക്കുമ്പോൾ, കുട്ടംകുളത്ത് സമരം നടക്കുമ്പോൾ, പാലിയത്ത് സമരം നടക്കുമ്പോൾ, അതിനുശേഷം പുന്നപ്ര വയലാറിൽ സമരം നടക്കുമ്പോൾ, അങ്ങനെ നിരവധിയായ സമരങ്ങളിലൂടെയാണ് ഇവർ ഈ പറഞ്ഞ ഭൂബന്ധങ്ങളിൽ മാറ്റം വരുത്തിയ ഒരു കേരളം ഉണ്ടായി മാറിയത്. ആ മാറ്റത്തെ ഇവർ അംഗീകരിക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല. 100 വർഷം മുമ്പ് ഗുരു അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഗുരുവിനോട് ഇവിടെ ഗുരുവിൻ്റെ അടുത്ത് വന്ന്, ഗുരു ഈ റിക്ഷാവണ്ടിയിൽ നിന്ന് ഇറങ്ങണമെന്ന് പറയുന്ന ഒരു ബ്രാഹ്മണനാണ്. അപ്പോൾ ഗുരു എന്ത് ചെയ്തു? തൃക്കഴലപ്പോൾ താഴെ വെച്ച് താൻ സഞ്ചരിച്ചാൻ മുഖ്യർഷി 20 ലക്ഷത്തിൻ മഹാദീപം. അതായത് ഗുരു നടന്നു പോയി. രക്തനാടികളെല്ലാം ഊഷ്മളമാക്കി തീർക്കും ഇക്കഥയെ ഓർക്കുന്നവർക്കെന്തിനീ ഹിന്ദുമതം എന്നാണ് അന്ന് മൂലൂർ പത്മനാഭ പണിക്കർ ചോദിക്കുന്നത്. ശ്രീനാരായണ ഗുരുവിന് പോലും വഴിയിലൂടെ നടക്കാൻ സ്വാതന്ത്ര്യമില്ല എങ്കിൽ, ഈ ഹിന്ദുമതത്തിൽ സ്വാതന്ത്ര്യമില്ല എങ്കിൽ പിന്നെ എന്തിനാണ് ഞങ്ങൾക്ക് ഹിന്ദുമതം? ഇതൊരു ചോദ്യമാണ്. ശ്രീനാരായണ ഗുരുവിന് പോലും അയിത്തം പ്രഖ്യാപിക്കുന്ന മണ്ണാണ് വൈക്കമെങ്കിൽ, ആ വൈക്കത്തിലെ അവസാനത്തെ ജാതി ചിന്തയും തുളച്ചു മാറ്റും. ആ വൈക്കം ക്ഷേത്രത്തിലെ ഇടവഴികളിലൂടെ അവർണർക്ക് പോകാൻ തടവർക്ക് തടസ്സമായി തീണ്ടാപ്പലകകൾ ഉണ്ടെങ്കിൽ, ആ തീണ്ടാപ്പലകകൾ വൈക്കത്ത് നിന്ന് മാത്രമല്ല കേരളത്തിൽ എവിടെയെല്ലാം ഉണ്ടോ അവിടെ നിന്നെല്ലാം എടുത്തു മാറ്റുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു വിഭാഗം ആളുകൾ അവിടെ സമരം തുടങ്ങുന്നത്. എന്തായിരുന്നു വൈക്കത്തെ തടസ്സം? വൈക്കത്തെ പൊതുവഴിക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഒരു പലകയാണ്. ആ പലക അവിടെ ഇരിക്കുന്നതുകൊണ്ട് ആ പലകയ്ക്കപ്പുറം കടന്നു പോകാൻ അവർക്ക് അവകാശമില്ല എന്ന് വിശ്വാസം. അപ്പോൾ നമ്മൾ എന്തു ചെയ്യും?
ഒരൊറ്റ കാര്യമേ ഉള്ളൂ. നമ്മളെ ആ ഭൂമിയിലൂടെ നടന്നു പോകാൻ തടസ്സം നമുക്ക് നിൽക്കുന്നത് എന്താണ്? ഒരു പലകയാണ്. ആ പലക എടുത്തു മാറ്റിയാൽ ഒരു തടസ്സവുമില്ല. അപ്പോൾ ആ പലക എടുത്തു മാറ്റലാണ് സമരം. ഇന്നിപ്പോൾ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ഇവിടെ എന്താണ് തടസ്സം? നിങ്ങളുടെ കയ്യിലുള്ള ആധാരം, നിങ്ങളുടെ കയ്യിലുള്ള രേഖകൾ, നിങ്ങളടയ്ക്കുന്ന നികുതി, ഇതെല്ലാം സത്യമായിരിക്കെ ഈ ഭൂമിയിൽ നിങ്ങൾക്ക് എന്താണ് ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഒരു നിർമ്മിതി നടത്താൻ തടസ്സമെന്ന് നിങ്ങൾ ചിന്തിക്കണം. സത്യത്തിൽ ഒരു തടസ്സവുമില്ല എന്നുള്ളതാണ് വസ്തുത. അതിലേക്ക് ഞാൻ വരാം. അപ്പോൾ അന്ന് വൈക്കത്ത് ഈ സത്യാഗ്രഹം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ട ധാരാളം പേരുണ്ടായിരുന്നു. ആശാൻ അവിടെ വൈക്കത്തിനടുത്ത് വടയാറിൽ ആശാൻ പ്രസംഗിക്കുന്നുണ്ട്. ആശാൻ പറയുന്നത് ഈ സമരം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, മറിച്ച് 100 വർഷം മുമ്പ് വൈക്കം ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ പോയ ഈഴവരെ ദളവാക്കുളത്തിൽ 100 പേർ അധികം, എത്രയോ പേരെ, കൃത്യമായ എണ്ണം നമുക്കറിയില്ല, 100 കണക്കിന് ഈഴവ യുവാക്കളെ വെട്ടി കുളത്തിൽ താഴ്ത്തിയ കുളത്തിൻ്റെ പേര് ദളവാക്കുളം എന്നാണ്. ആ ദളവാക്കുളം സംഭവത്തെ കുമാരനാശാൻ വടയാറിൽ നടത്തിയ പ്രസംഗത്തിൽ അനുസ്മരിക്കുന്നുണ്ട്. മാത്രമല്ല അവിടെ സഹോദരൻ അയ്യപ്പനുണ്ട്, സ്വാമി സത്യവ്രതനുണ്ട്, അങ്ങനെ ധാരാളം പേരുണ്ട്. ഒരു യോഗം അവിടെ ചേരുകയാണ്. ആ യോഗത്തിൽ അവർ പറയുന്ന ഒരു പ്രമേയം കൊണ്ടുവരികയാണ്. ഈ പ്രമേയത്തിൽ പറയുന്ന കാര്യം വൈക്കത്തിൻ്റെ ഈ ക്ഷേത്ര വഴിയിലൂടെ നടന്നു പോകാൻ എല്ലാവരെയും അനുവദിക്കണമെന്നാണ് ഈ പ്രമേയത്തിൽ പറയുന്നത്. അപ്പോൾ സഹോദരൻ പറയുന്ന കാര്യം, അങ്ങനെ ഒരു പ്രമേയം പാസ്സാക്കുന്നതിന് ഞാനെതിരാണ്. കാരണം നമ്മളെ ആ ക്ഷേത്ര വഴിയിലൂടെ നടന്നു പോകുന്നതിന് തടയുന്ന ഒരു നിയമവും ഈ നാട്ടിലില്ല. അവിടെ നമ്മളെ തടസ്സം നടത്തുന്നത് ആ പലകയാണെങ്കിൽ ആ പലക എടുത്തു മാറ്റി നമ്മളങ്ങോട്ട് നടന്നു പോയാൽ തീരുന്ന പ്രശ്നം എവിടെ ഉള്ളൂ, നമുക്ക് ഇപ്പോൾ തന്നെ നടക്കാമെന്നാണ് സഹോദരൻ പറയുന്നത്. അങ്ങനെ സഹോദരൻ TK മാധവനുമൊക്കെ ആ പലക മാറ്റി അവിടെ നടന്നു പോകുന്നുണ്ട്. ഈ വൈക്കത്ത് ഔപചാരികമായി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ സമരം ആരംഭിക്കുന്നതിന് മുമ്പേ 4 തവണ ആ വഴിയിലൂടെ പലക മാറ്റി നടന്നു പോയ വ്യക്തിയാണ് TK മാധവൻ എന്ന് പറയുന്ന വൈക്കം സത്യാഗ്രഹത്തിൻ്റെ നായകൻ. ഇന്നിപ്പോൾ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ നായകനാര്, നേതാവാര് എന്ന് ചോദിച്ചാൽ ആയിരക്കണക്കിന് പേർ പറയുന്ന ഉത്തരം, ആ ഉത്തരത്തിൻ്റെ അവസാന പേരായി പോലും TK മാധവൻ കടന്നു വരില്ല. ഇന്ന് ഗാന്ധിയെ പറ്റി പറയുന്ന ദിവസമാണല്ലോ, ഗാന്ധി ജയന്തിയാണല്ലോ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ചരിത്രം, ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ ചരിത്രം, ആ ചരിത്രം എഴുതുന്ന സമയത്ത് ആ ചരിത്രത്തിൽ ഗാന്ധിയുടെ പേരില്ല എന്ന് കരുതുക, ആ ചരിത്രം എത്രമാത്രം ശൂന്യമായിരിക്കും. അതുപോലെയാണ് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ചരിത്രം പറയുമ്പോൾ TK മാധവൻ്റെ പേരില്ലാതെ പോകുന്നു നമ്മളറിയണം. PK ബാലകൃഷ്ണൻ, കേരളത്തിൻ്റെ മഹാനായ ചരിത്രകാരൻ, അദ്ദേഹം പറയുന്നുണ്ട്, ഗാന്ധിയുടെ പേരില്ലാതെ നിങ്ങൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രം എഴുതിയാൽ അത് എത്രമാത്രം ശുഷ്കമായിരിക്കുമോ അതുപോലെയാണ് TK മാധവൻ്റെ പേരില്ലാത്ത വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ചരിത്രം. നമ്മളൊന്ന് ഓർക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം വൈക്കത്ത് പോയിരുന്നു. വൈക്കത്തെ മ്യൂസിയം കണ്ടു. ആ മ്യൂസിയത്തിൽ TK മാധവൻ സ്വാഭാവികമായും ഉണ്ട്, ധാരാളം പേരുണ്ട്. അവിടെ സവർണ ജാഥയെപ്പറ്റി പറയുന്നുണ്ട്, സവർണ ജാഥ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ വൈക്കം സത്യാഗ്രഹം എന്താണെന്ന് ഒരു സാധാരണ കുട്ടിയോട് ചോദിച്ചാൽ അവിടെ ശ്രീനാരായണ ഗുരുവിനെയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, തടഞ്ഞ റിക്ഷാവണ്ടിയെ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. അവിടെ ആകെ നടക്കുക എന്ന് പറഞ്ഞാൽ വൈക്കത്ത് ക്ഷേത്രത്തിന് മുമ്പിലേക്ക് നടന്നു പോകാൻ അവകാശമില്ലാത്ത കുറേ ആളുകൾ, കോൺഗ്രസ് അവിടെ വരുന്നു, സമരം തുടങ്ങുന്നു, ഗാന്ധി വരുന്നു, സമരം അവസാനിക്കുന്നു. അതിൻ്റെ ഇടയിൽ സമരത്തിൽ സവർണരുടെ എല്ലാം ഒരു സമ്മതമായി അവിടെ ഒരു സവർണ ജാഥ നടക്കുന്നു. അപ്പോൾ കോൺഗ്രസ് സമരം ആരംഭിക്കുന്നു, സവർണ ജാഥ നടക്കുന്നു, ഗാന്ധി വരുന്നു, സമരം തീരുന്നു. ഇതാണ് ചരിത്രം. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. സവർണ ജാഥ എന്ന് പറയുമ്പോൾ ആരാണ് നടത്തിയത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അത് മനത്ത് പത്മനാഭനാണെന്ന് പറയും. അന്ന് യഥാർത്ഥത്തിൽ 2 സവർണ ജാഥകൾ നടക്കുന്നുണ്ട്. ഇവിടെ എമ്പെരുമാൾ നായിഡുവിൻ്റെ നേതൃത്വത്തിലൊരു ജാഥ തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ 2 ജാഥകൾ നടക്കുന്നതിൻ്റെ ഒരു ജാഥയുടെ ക്യാപ്റ്റൻ മാത്രമാണ് മന്നത്ത് പത്മനാഭൻ. അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ ആ വിഷയത്തിലുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമായി നിൽക്കുമ്പോൾ തന്നെ വൈക്കത്തെ ഇന്നത്തെ സത്യാഗ്രഹത്തിൻ്റെ സ്മരണയ്ക്കായി അവിടെയുള്ള മ്യൂസിയത്തിൽ 2ാമതൊരു ജാഥ നടന്നതിൻ്റെ ചരിത്രം പോലുമില്ല. എമ്പെരുമാൾ നായിഡുവിൻ്റെ നേതൃത്വത്തിൽ നടന്ന ജാഥയെപ്പറ്റി അവരുടെ ഡോക്യുമെൻ്ററിയിൽ പോലും പറയുന്നില്ല. പകരം കേരളത്തിലെ ഔദ്യോഗിക ചരിത്രകാരന്മാർ എഴുതിയുണ്ടാക്കിയ ചരിത്രത്തിൽ പറയുന്നത് വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്ന സത്യാഗ്രഹം ഒരു നനഞ്ഞ ചൂട്ടുകറ്റയായി മാറിയ സമയത്ത് അതിനെ വീണ്ടും കത്തിച്ച് ഉണർത്തി ഒരു വലിയ വിജയകരമായ സമരമാക്കി മാറ്റിയത് ഈ പറയുന്ന സവർണ ജാഥയാണെന്നാണ്. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ചരിത്രത്തിൽ പോലും ഇത്തരത്തിലുള്ള സവർണമായ നിർമ്മിതികൾ ഉണ്ടാകുന്ന സമയത്ത് വൈക്കം സത്യാഗ്രഹം എങ്ങനെ നടന്നു എന്ന് നിങ്ങൾ ഓർക്കണം. ശ്രീനാരായണ ഗുരു തൻ്റെ ആശ്രമത്തിൽ ഒരു ഭണ്ഡാരം സ്ഥാപിച്ച് ആ ഭണ്ഡാരത്തിൽ പണം ശേഖരിച്ച് അത് സത്യാഗ്രഹികൾക്ക് കൊടുത്തു.
വൈക്കത്തെ ഗുരുവിൻ്റെ ആശ്രമം തന്നെ സത്യാഗ്രഹത്തിൻ്റെ കമ്മിറ്റിയുടെ ഓഫീസായി പ്രവർത്തിക്കാൻ വിട്ടുകൊടുത്തു. ഗാന്ധി ഇതിനിടയിൽ പലതരത്തിൽ ഈ സത്യാഗ്രഹത്തിൽ വ്യത്യസ്തങ്ങളായ നിലപാടെടുത്ത് ആ സത്യാഗ്രഹികളെയും സമരഭടന്മാരെയും ആകെ പലപ്പോഴും കുഴപ്പത്തിലാക്കുന്നത് നമ്മൾക്ക് ചരിത്രത്തിൽ കാണാനാകും. കാരണം സമരം തുടങ്ങുമ്പോൾ അവിടെ ബാരിസ്റ്റർ ജോർജ് ജോസഫ് ഉണ്ട്, മുസ്ലിങ്ങളായ സത്യാഗ്രഹികളുണ്ട്, ധാരാളം പേരുണ്ട്. ഇവരെല്ലാവരും വളരെ ഊർജ്ജസ്വലമായി സമരം ചെയ്യുന്നുണ്ട്. ആദ്യം ഗാന്ധി ഈ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട കത്തിടപാടുകൾ, ടെലഗ്രാം സന്ദേശങ്ങൾ മുഴുവൻ നടത്തുന്നത് ബാരിസ്റ്റർ ജോർജ് ജോസഫുമായിട്ടാണ്. ഒരൊറ്റ നടയിൽ മാത്രം നടന്ന സമരത്തെ 4 നടവഴികളിലേക്ക് വ്യാപിപ്പിക്കുന്നത് ബാരിസ്റ്റർ ജോർജ് ജോസഫാണ്. അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്ന ഒരൊറ്റ പോരാട്ടത്തിൽ വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മൾ ഓർക്കണം. പക്ഷേ ഒരു ഘട്ടം കഴിയുമ്പോൾ ഗാന്ധി പറയുന്നത് ഇത് ഹിന്ദുക്കൾക്കിടയിലൊരു പ്രശ്നമാണ്, അതുകൊണ്ട് ഹിന്ദുക്കളല്ലാത്ത സത്യാഗ്രഹികളെല്ലാവരും അതിൽ നിന്ന് പിന്മാറണമെന്നാണ്. അങ്ങനെ ജോർജ് ജോസഫിനെ പോലുള്ളവർ സത്യാഗ്രഹ പന്തൽ വിട്ടുപോകേണ്ട, ഗാന്ധിയോട് വിയോജിച്ചുകൊണ്ട് തന്നെ വിട്ടുപോകേണ്ട സാഹചര്യം വരികയാണ്. അത് മറ്റൊരു കഥയാണ്. വളരെ ചെറുപ്പത്തിലെ തന്നെ ഗാന്ധിയുടെ യങ് ഇന്ത്യയുടെ പത്രാധിപരായി ഉയർന്ന വളരെ ദിഷണാശാലിയായ ഊർജ്ജസ്വലനായ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ടാണ് യഥാർത്ഥത്തിൽ ജോർജ് ജോസഫിനെ കാണേണ്ടത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ കരിയറിൽ തന്നെ ഗാന്ധിയോട് വിയോജിക്കുന്ന ഒരു ചിത്രം നമുക്കവിടെ കാണാം. ചുരുക്കി പറഞ്ഞാൽ കേരളത്തിൽ ജാതിക്കും മതത്തിനും എല്ലാം ഉപരിയായി മനുഷ്യർ ഒരു റോഡിലൂടെ നടന്നു പോകാനുള്ള മനുഷ്യാവകാശം ചോദിച്ച സമരത്തെ പിന്നീട് ഒരു ഹിന്ദു നവോത്ഥാനമായി ചുരുക്കി കാണുന്ന കാഴ്ചയാണ് ഗാന്ധിയിൽ നിന്നും വൈക്കത്ത് സംഭവിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമ്മളൊരു കാര്യം കൂടെ ഓർത്ത് മുന്നോട്ട് പോകണം. ഈ അഹിംസ എന്ന് പറയുന്ന സിദ്ധാന്തത്തെ മുൻനിർത്തി ഗാന്ധി പ്രവർത്തിക്കുന്നുള്ളത് ശരിയാണ്. പക്ഷേ സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത പല സത്യാഗ്രഹികളും അത്ര വലിയ അഹിംസാശാലികളൊന്നും ആയിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരിക്കൽ സ്വാമി സത്യവ്രതൻ, ശ്രീനാരായണ ഗുരുവിൻ്റെ വലങ്കയ്യായ സ്വാമി, സർവമത സമ്മേളനം ആലുവയിൽ നടക്കുമ്പോൾ ഗുരുവിന് വേണ്ടി സ്വാഗതം ആശംസിച്ച് പ്രസംഗിക്കുന്ന സത്യവ്രത സ്വാമികളാണ്. സത്യവ്രതൻ സത്യവ്രതനായി തന്നെ മരിച്ചു എന്ന് സ്വാമി പറയുന്നുണ്ട്. സത്യവ്രതൻ ത്യാഗിയായ സത്യവ്രത സ്വാമികൾ, അദ്ദേഹം നായർ സമുദായത്തിൽ ജനിച്ച ഒരാളായിരുന്നു. പണ്ട് ഞാൻ താഴ്ന്ന ജാതിയിൽപ്പെട്ടവരെ തല്ലിയിട്ടുള്ള കൈയാണ് എൻ്റെ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നീട് അദ്ദേഹം അതിൽ പശ്ചാത്തപിക്കുകയും ഗുരുവിൻ്റെ ശിഷ്യനായി മാറുകയും ഗുരു അങ്ങേയറ്റത്തെ വിശ്വാസത്തോടെ ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും മുൻനിരയിൽ പ്രവർത്തിക്കുന്ന ഒരാളായി സത്യവ്രത സ്വാമികൾ എന്ന് പറയുന്ന നായർ സമുദായത്തിൽ ജനിച്ച ആ വ്യക്തി മാറുകയും ചെയ്യുന്നുണ്ട്. ഗുരുവിൻ്റെ ആശ്രമത്തിൽ ജാതിയില്ലായിരുന്നു. ആ സത്യവ്രത സ്വാമികൾ സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് സത്യാഗ്രഹികളെല്ലാം ഒരു അഹിംസാ സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്നവരാണ്. പക്ഷേ സത്യാഗ്രഹികൾക്ക് തിരിച്ചു കിട്ടുന്നത് അഹിംസയല്ല, ഹിംസയാണ്, സവർണരുടെ അടിയാണ്. നിങ്ങൾ ഓർക്കണം, സവർണ സമുദായത്തിൽപ്പെട്ട രാമൻ ഇളയത് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒപ്പം ടി കെ മാധവൻ്റെ വലങ്കയായി പ്രവർത്തിക്കുന്ന ടി കെ വളരെ അധികം പാണ്ഡിത്യമുള്ള, അറിവുള്ള, ധാരാളം പുസ്തകങ്ങൾ വായിക്കുന്ന ദളിത് സമുദായത്തിൽ നിന്ന് വന്ന തേവൻ എന്ന് പറയുന്ന ഒരു സമരഭടനുണ്ട്, ആമച്ചാടിത്തേവനും രാമനിളയതും ഈ സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുന്ന സമയത്ത്, അവർ സമരമിരിക്കുന്ന സമയത്ത് സവർണരായിട്ടുള്ള ആളുകൾ അവർ ചുണ്ണാമ്പ് കലക്കി കൊണ്ടുവന്നു. അപ്പോൾ അവിടെ ഒരു കാര്യമുണ്ട്, ഈ ആമച്ചാടിത്തേവരെ തൊടാൻ പറ്റില്ല, തൊട്ടാൽ അശുദ്ധവും. രാമനിളയതിൻ്റെ കാര്യം അങ്ങനെയില്ല, അദ്ദേഹം സവർണനാണ്, മറ്റൊരു സവർണൻ തൊടാം. അതുകൊണ്ട് രാമനിളയതിന് കൂടുതൽ പരിക്ക് പറ്റി. രാമനിളയതിനെ പിടിച്ചു നിർത്തി അദ്ദേഹത്തിൻ്റെ 2 കണ്ണിലും അവർ ചുണ്ണാമ്പ് തേച്ചു. അദ്ദേഹത്തിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു. ആമച്ചാടിത്തേവരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനെ തൊടാൻ പറ്റാത്തതുകൊണ്ട് അവർ ചുണ്ണാമ്പ് കലക്കി അദ്ദേഹത്തിൻ്റെ കണ്ണിലേക്ക് ഒഴുക്കുകയാണ് ചെയ്തത്. അത്രയ്ക്കും അധികം കാഴ്ച നഷ്ടപ്പെട്ടില്ല, പക്ഷെ ഭാഗികമായി കാഴ്ച നഷ്ടപ്പെട്ടു. വൈക്കം സത്യാഗ്രഹത്തിൽ ഏറ്റവും കൂടുതൽ തല്ലുകൊണ്ടുള്ളത് ജയിലിൽ കിടക്കുന്ന സമയത്ത് പോലും കുളിക്കാൻ പോലും സമ്മതിക്കാതെ ദിവസവും മർദ്ദിക്കുമായിരുന്നു എന്നെ എന്ന് ആമച്ചാടിത്തേവർ പറയുന്നുണ്ട്. അങ്ങനെ സത്യാഗ്രഹികളെ തടഞ്ഞു നിർത്തി പലപ്പോഴും തല്ലുന്ന ആൾ, ഈ ആമച്ചാടിത്തേവനെയും ഈ രാമനിളയതിനെയും ചുണ്ണാമ്പെഴുതിയ ആൾ പിന്നീട് ആത്മഹത്യ ചെയ്തതായി വൈക്കം സത്യാഗ്രഹത്തിൻ്റെ രേഖകളിൽ നമുക്ക് കാണാം. ആ വ്യക്തി പിന്നീട് ആത്മഹത്യ ചെയ്തു. അത് സമരക്കാർ പിന്നീട് വളരെയധികം പ്രസംഗിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ തല്ലുകൊള്ളുകയാണ് സമരഭടന്മാർ. ഗാന്ധിയാണെങ്കിൽ തിരിച്ചടിക്കരുത് എന്നുള്ള പക്ഷക്കാരനാണ്. അപ്പോഴാണ് സത്യവ്രത സ്വാമികൾ ഒരു ദിവസം സമരപന്തലിലേക്ക് വരുന്ന സമയത്ത് സ്വാമിയെ ചില ആളുകൾ തല്ലാനായി കയ്യോങ്ങുകയാണ്. ആ സമയത്ത് സ്വാമി തൻ്റെ സന്യാസിയായ തൻ്റെ ജുബ്ബയുടെ 2 കൈയും തെറുത്ത് വെച്ച് അങ്ങോട്ട് ചെല്ലും. അപ്പോൾ അവർ പറയും, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, നിങ്ങളൊരു സത്യാഗ്രഹിയാണ്. അപ്പോൾ സ്വാമി പറയുന്ന മറുപടി, സത്യാഗ്രഹി ഷർട്ടിൻ്റെ കൈ കയറ്റി വയ്ക്കാൻ പാടില്ല എന്ന് ഇവിടെയും പറഞ്ഞിട്ടില്ല.
അത് സത്യാഗ്രഹത്തിൻ്റെ റൂളിലില്ല എന്നുള്ളതാണ്. മാത്രമല്ല പെരിയാർ വരുന്നു. പെരിയാർ പറയുന്ന കാര്യം, ഞങ്ങളെ വഴി നടക്കാൻ സമ്മതിക്കാത്തൊരു ദേവൻ വൈക്കം ക്ഷേത്രത്തിൻ്റെ അകത്തിരിപ്പുണ്ടെങ്കിൽ ആ വൈക്കത്തപ്പനെ ഞങ്ങൾ അവിടെ നിന്ന് എടുത്തുകൊണ്ടുവന്ന് ഇവിടെ പുഴക്കരയിൽ കൊണ്ടിട്ട് അലക്കാനുള്ള കല്ലാക്കുമെന്നാണ് പെരിയാർ പ്രസംഗിക്കുന്നത്. ഇത് നമ്മൾ ഓർക്കണം. മാത്രമല്ല, ഇത്തരത്തിൽ ഈ സമരം മുന്നോട്ട് പോകുന്ന സമയത്ത് അവസാനമുണ്ടാക്കുന്ന ഒത്തുതീർപ്പ് പോലും ക്ഷേത്രത്തിൻ്റെ 3 വഴികളിലൂടെയും സഞ്ചരിക്കാം. പക്ഷേ ഒരു നടയിൽ പുതിയൊരു വഴിയുണ്ടാക്കി അതിലൂടെ നടക്കാനുള്ളൊരു സ്വാതന്ത്ര്യം നൽകാമെന്നാണ് പറയുന്നത്. അതിൽ നിന്ന് പോലും അവസാന നിമിഷത്തിൽ ഈ പറയുന്ന ബ്രാഹ്മണർ പിന്നോട്ട് പോകുന്നുണ്ട്. അവസാനത്തെ ഒത്തുതീർപ്പിൽ പോലും പിന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് വൈക്കം സത്യാഗ്രഹം തീർന്നത് എന്ന് ചോദിച്ചാൽ, ടി.കെ. മാധവൻ അന്ന് വൈക്കത്തെ തീണ്ടാപ്പലക കൈകൊണ്ടെടുത്ത് മാറ്റി തുടങ്ങിയ ഈ സമരം അവസാനം തീരുന്നത്, അവസാന ദിവസമുണ്ടാക്കുന്ന ഒത്തുതീർപ്പ് പോലും ലംഘിച്ചുകൊണ്ട് വൈക്കം സത്യാഗ്രഹം വിജയിച്ചു എന്ന് സത്യാഗ്രഹം പ്രഖ്യാപിച്ചതിന് ശേഷം അന്ന് അവിടെ പുതിയ വഴിയിൽ പോലും വേലി കെട്ടിയവരാണ് അവിടുത്തെ ബ്രാഹ്മണരും സവർണരും. നിങ്ങൾ ഓർക്കണം. അതല്ലാതെ ഒരു സിനിമയിലെ നായകനെ പോലെ മഹാത്മാഗാന്ധി ഒന്നിറങ്ങി വിജയിപ്പിച്ച് തിരിച്ചുപോയ ചരിത്രമൊന്നുമല്ലത്. അവസാന ദിവസവും അങ്ങനെ അവർ അപ്രതീക്ഷിതമായി എല്ലാ തരത്തിലുള്ള ഒത്തുതീർപ്പുകളെയും ലംഘിച്ച് കെട്ടിയ വേലിയും ടി.കെ. മാധവൻ എന്ന് പറയുന്ന ആൾ ഒറ്റയ്ക്ക് ചെന്ന് പൊളിച്ചു മാറ്റി. അതായത് തീണ്ടാപ്പലക തൻ്റെ കൈകൊണ്ട് എടുത്തു മാറ്റി ടി.കെ. മാധവൻ ആരംഭിച്ച സമരം അവസാനം ബ്രാഹ്മണർ എല്ലാ ഒത്തുതീർപ്പും ലംഘിച്ച് കെട്ടിയ വേലി കൈകൊണ്ട് പൊളിച്ചു മാറ്റിയിട്ടാണ് വൈക്കം സത്യാഗ്രഹം തീർന്നത്. ഇതൊരു ചരിത്രമാണ്. ഇതിനെപ്പറ്റി നമ്മൾ ആരോടും പറയില്ല. പകരം ടി.കെ. മാധവൻ ഇല്ലാത്ത വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ചരിത്രം നമ്മൾ ഇപ്പോൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ശതാബ്ദി ആഘോഷിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം വൈക്കത്ത് ചെല്ലുന്ന സമയത്ത് വൈക്കം സത്യാഗ്രഹത്തിൽ സവർണ ജാഥയുമായി പുറപ്പെട്ട മന്നത്ത് പത്മനാഭൻ്റെ ആ സവർണ ജാഥയിലുള്ള പങ്കിനെ അനുസ്മരിക്കുന്ന വലിയ പ്രകടനം അവിടെ നടക്കുകയായിരുന്നു. അവർക്ക് തീർച്ചയായും NSSന് അത് ചെയ്യാൻ ഉള്ള അവകാശമുണ്ട്. കാരണം അവർക്ക് ധാർമ്മികമായി അതിന് കഴിയാം. കാരണം അവർ മന്നത്ത് പത്മനാഭൻ അതിൽ സവർണ ജാഥ നയിച്ചിട്ടുണ്ട്. സവർണ ജാഥകളിൽ ഒരു ജാഥ നയിച്ചിട്ടുണ്ട് എന്നുള്ള ചരിത്രമാണ്. പക്ഷേ ഈ സമയത്തൊക്കെ വൈക്കം സത്യാഗ്രഹത്തെ പറ്റി പറഞ്ഞാൽ നമ്മളുടെ ഹിന്ദു ഐക്യം തകർന്നു പോകുമെന്ന് പേടിക്കുന്ന ആളുകൾ ഇപ്പോൾ ഈ പ്രസ്ഥാനത്തിനകത്തുണ്ട്. എന്ത് ഐക്യത്തെ പറ്റിയാണ് നിങ്ങൾ സംസാരിക്കുന്നത്? കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ്, അതായത് കേരള സർക്കാർ നിയമം പാസ്സാക്കിയതാണ്. കേരളത്തിലെ ദേവസ്വങ്ങളുടെ നിയമനം നടത്തുന്നത് PSC നടത്തണമെന്നായിരുന്നു ഇവിടെ ഉയർന്നു വന്ന ചർച്ച. PSCക്ക് നടത്താവുന്നതാണ്. പക്ഷേ അത് കേസിലും വഴക്കിലുമൊക്കെ പെട്ട് ഒരു മതവുമായി ബന്ധപ്പെട്ട നിയമനം PSCക്ക് വിട്ടാൽ പ്രശ്നമാകുമെന്നൊക്കെ ചിന്തിച്ചാണ് കേരളത്തിലെ ദേവസ്വം ബോർഡുകളിലെ ഉദ്യോഗങ്ങളിൽ നിയമനം നടത്താനുള്ള അവകാശം ഒരു പ്രത്യേക ബോർഡ് രൂപീകരിച്ച്, PSC മാതൃകയിൽ ഒരു ബോർഡ് രൂപീകരിച്ച്, കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് രൂപീകരിച്ച് നമ്മൾ ആ ബോർഡിന് സർക്കാർ കൈമാറി. ഇപ്പോൾ PSC പോലെ ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡാണ് എല്ലാ ദേവസ്വങ്ങളിലെയും നിയമനം നടത്തുന്നത്. എല്ലാ ദേവസ്വങ്ങളെന്ന് പറഞ്ഞാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, കൊച്ചിൻ ദേവസ്വം ബോർഡ്, മലബാർ ദേവസ്വം ബോർഡ്, കൂടൽമാണിക്യം ദേവസ്വം, അതുപോലെ തന്നെ ഗുരുവായൂർ ദേവസ്വം. ഈ ദേവസ്വങ്ങളിലെ ഹെറിഡിറ്ററി പോസ്റ്റ് ഒഴികെ, അതായത് തന്ത്രിമാർക്കൊക്കെയുള്ള, പിന്നെ ചില കുടുംബങ്ങൾക്കുള്ള കാരായ്മ അവകാശത്തിലുള്ള പോസ്റ്റുകൾ ഒഴികെ, അതുപോലെ തന്നെ അവിടുത്തെ എയ്ഡഡ് കോളേജുകളിലെ പോസ്റ്റുകൾ ഒഴികെ ബാക്കിയുള്ള മുഴുവൻ നിയമനങ്ങളും നടത്തുക ഈ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് പരീക്ഷ നടത്തി ഇൻ്റർവ്യൂ നടത്തിയിട്ടാണ് നിയമിക്കുക. ഇത് നിയമമാണ്. ഈ നിയമമനുസരിച്ച് കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ഒരു കഴകം തസ്തിക, കഴകം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഇട്ടതുപോലുള്ള ഒരു മാല കെട്ടാനുള്ള ജോലിയാണ്. നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളെല്ലാവരും ക്ഷേത്രത്തിൽ പോകുന്ന ആളുകളാണ്. നിങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ചെത്തിയുടെയും തുളസിയും ആ പൂവുകളും അതിൻ്റെ ഇലകളും പൊട്ടിച്ചു കൊണ്ടുപോയി നിങ്ങളവിടെ കൊണ്ടു കൊടുക്കും. അവിടുത്തെ ശാന്തിക്കാരൻ അത് കൊണ്ടുപോയി പൂജിക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നത്. അങ്ങനെ ചെയ്യുന്നവരുണ്ടാകാം, ചെയ്യാത്തവരുണ്ടാകാം. പക്ഷേ ആ മാല കിട്ടുന്ന ജോലി ഒരു ഈഴവൻ ചെയ്യാൻ പാടില്ല എന്നാണ് ഇപ്പോഴും അവിടെ വിശ്വാസം. ഭരതന് താമരമാല കെട്ടാൻ ഈഴവന് അവകാശമില്ല. ആരാണ് ഭരതൻ എന്ന് ചോദിച്ചാൽ ഭരതൻ ശ്രീരാമൻ്റെ അനിയനാണ്. ശ്രീരാമൻ ആരാണെന്ന് ചോദിച്ചാൽ പണ്ട് തപസ് ചെയ്തതിന് ശംഭൂകൻ എന്ന് പറയുന്ന ഒരു അവർണൻ്റെ തല വെട്ടിക്കളഞ്ഞ ആളാണ്. അപ്പോൾ തപസ് ചെയ്യാൻ അവർണൻ അവകാശമില്ല എന്ന് വിശ്വസിച്ചിരുന്ന ശ്രീരാമൻ്റെ അനിയന് മാല കെട്ടാൻ ഈഴവനായുള്ള ഒരു കഴകക്കാരൻ അവകാശമില്ല എന്നാണ് ഇപ്പോഴും കൂടൽമാണിക്യത്തിലെ തരണല്ലൂർ തന്ത്രിമാർ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് ഒരു അപമാനമില്ലേ? അവസാനം
കേരള ഹൈക്കോടതിയിൽ കേസ് നടത്തിയിട്ടാണ് അനുരാഗ് എന്ന് പറയുന്ന ശ്രീനാരായണ ഗുരുദേവൻ കണ്ണാടി പ്രതിഷ്ഠിച്ച കളവങ്കോടം എന്ന് പറയുന്ന ദേശത്ത് ജനിച്ച 24 വയസ്സുകാരനായ ഒരു യുവാവിന് കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ പരീക്ഷ എഴുതി കിട്ടിയ ജോലി, സർക്കാർ നൽകിയ ജോലി, ദേവസ്വം ബോർഡ് നൽകിയ ജോലിയിൽ പ്രവേശിക്കാൻ 5 മാസം ഈ കേരളത്തിലെ ഹൈക്കോടതിയിൽ കേസ് നടത്തേണ്ടി വന്നു. ഒന്നോർത്ത് നോക്കണം. 40 വർഷമായിട്ട് ആ പറയുന്ന തസ്തിക, അനുരാഗിന് ഇപ്പോൾ ജോലി ചെയ്യുന്ന തസ്തികയിൽ 40 വർഷമായിട്ട് ഒരാൾ ജോലി ചെയ്തു. അദ്ദേഹം 2020 റിട്ടയറായി. അതിനുശേഷം 5 വർഷം 2 പേര് അവിടെ താൽക്കാലിക തസ്തികയിൽ ജോലി ചെയ്തു. അതിനുശേഷം അനുരാഗ് വരുമ്പോൾ അതിൽ 2 മാസം മാത്രം കഴകാവകാശമുള്ളൊരു കുടുംബം കൊണ്ടുപോയി കേസ് കൊടുക്കുകയാണ്, ഞങ്ങളുടേതാണ് ഈ കഴകം എന്ന് പറഞ്ഞു. ആ കേസ് കോടതിയുടെ വരാന്തയിൽ പോലും നിൽക്കാൻ യോഗ്യതയില്ലാത്തൊരു കേസാണെന്ന് ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്കറിയാം. കാരണം 40 വർഷമായി അവിടെ ജോലി ചെയ്ത് പെൻഷൻ വാങ്ങുന്ന ആളിപ്പോഴും ജീവിച്ചിരിക്കുക. ആ കേസാണ് കേരളത്തിൻ്റെ ഹൈക്കോടതി കേൾക്കാൻ തീരുമാനിക്കുന്നത്. 5 മാസം കേട്ടിട്ടാണ് ഇപ്പോൾ ഒരു കേസ് കൊടുത്തത്. ഇപ്പോഴും പറയുന്നത് നിങ്ങൾക്ക് ഇനിയും കേസുണ്ടെങ്കിൽ കീഴ്ക്കോടതി കൊടുത്തോളുന്നാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ പാവം യുവാവ് അദ്ദേഹത്തിന് ശമ്പളമായി കിട്ടുന്ന മുഴുവൻ തുകയും കൊണ്ട് ഇരിഞ്ഞാലക്കുട സിവിൽ കോടതിയിൽ കേസ് നടത്തേണ്ട ഗതികേടിലാണ് ഇനി വരാൻ പോകുന്നത് ചുരുക്കം. പക്ഷേ അനുരാഗ് അങ്ങനെ ഒറ്റപ്പെടില്ല. നമ്മളെപ്പോലുള്ളവർ അവിടെയുണ്ട്. അനുരാഗിനെ പോലുള്ളവർക്ക് കേസ് നടത്തി മുടിയേണ്ട സാഹചര്യം വരില്ല എന്നുറപ്പാക്കാൻ ആ നാട്ടിൽ കുട്ടംകുളം സമരം നടത്തിയ പാരമ്പര്യമുള്ള ആളുകളുടെ പിൻഗാമികൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. കുട്ടംകുളത്ത് KPMSകാരും ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിൻ്റെ പ്രവർത്തകരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരും എല്ലാം ഒരുമിച്ച് സമരം ചെയ്തിട്ടാണ് ആ ക്ഷേത്രത്തിന് മുമ്പിലൂടെ നടന്നു പോകാനുള്ള സ്വാതന്ത്ര്യം നേടിയെടുത്തത്. അന്ന് അവിടെ സമരം ചെയ്ത് അന്ന് അവിടെ തല്ലുകൊണ്ട് വീണവരുടെ തലമുറകൾ ഇന്നും ഇരിഞ്ഞാലക്കുടയിൽ ഉള്ളതുകൊണ്ട് അനുരാഗിന് ഒരിക്കലും ആ നാട്ടിൽ ഈ തരത്തിൽ തൻ്റെ ജോലി ചെയ്യുന്ന സമ്പാദ്യം മുഴുവൻ കേസിനായി പോകേണ്ട സാഹചര്യം വരില്ല എന്ന് ഞങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മളിപ്പോൾ അവിടെ നിൽക്കുന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ട കാര്യം, ക്ഷേത്രങ്ങളിൽ ഇപ്പോഴും ജാതിക്കോട്ടകളായി ക്ഷേത്രങ്ങൾ നിലനിൽക്കുകയാണ്. ഇവിടെ മുമ്പ് നമ്മളുടെ വീട്ടി ഭട്ടതിരിപ്പാട് പറയുന്നൊരു കാര്യമുണ്ട്, കേരളത്തിൻ്റെ എല്ലായിടത്തും ജാതി ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ജാതി പിശാചിനെ ഞങ്ങൾ ഓടിച്ചപ്പോൾ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ അകത്ത് കയറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ ജാതി ഉള്ളത് ശ്രീകോവിലിൻ്റെ അകത്താണ്, ബാക്കി പുറത്തില്ല. പുറത്ത് വരെ നമുക്ക് കയറാം. അപ്പോൾ ആ ജാതി പിശാച് ഒളിച്ചിരിക്കുന്ന സ്ഥലമായി ക്ഷേത്രത്തിലെ ശ്രീകോവിലുകൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിലെ ശ്രീകോവിലിൽ നിന്നും കൂടെ ഈ പിശാച് പുറത്തു പോകണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ടാണ് ശബരിമല ക്ഷേത്രത്തിൽ എല്ലാ വർഷവും താൽക്കാലികമായി 1 വർഷത്തേക്ക് പുറപ്പെടാശാന്തിയായ ഒരു മേൽശാന്തിയെ ആവശ്യമുണ്ട് എന്ന് കാണിച്ച് പത്രത്തിൽ പരസ്യം വരും. നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇത്തവണയും വന്നിരുന്നു, അടുത്ത വർഷവും വരും. പക്ഷേ ആ പോസ്റ്റിലേക്ക് അപേക്ഷിക്കണമെങ്കിൽ അപേക്ഷകൻ ആരായിരിക്കണമെന്ന് കൂടെ പറയുന്നുണ്ട്. അപേക്ഷകൻ മലയാള ബ്രാഹ്മണനായിരിക്കണം. PSC എഴുതി ജോലിക്ക് കയറിയവരാണ് ആ നിൽക്കുന്ന പോലീസുകാർ. അവരോട് ചോദിക്കണം, കേരള സർക്കാർ കേരളത്തിലുള്ള മൊത്തം ജാതികളുടെ ലിസ്റ്റ് പിന്നോക്കക്കാരുടെയും മുന്നോക്കക്കാരുടെയും ലിസ്റ്റായി ഗസറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. PSC എഴുതി ജോലി കിട്ടി ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം, നിങ്ങൾ മലയാള ബ്രാഹ്മണൻ എന്നൊരു ജാതി ഇതിൽ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഈ വരുന്നയാൾ മലയാള ബ്രാഹ്മണനാണെന്ന് ഏത് വില്ലേജ് ഓഫീസറും ഏത് തഹസീൽദാരുമാണ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പോകുന്നത്? ഇല്ല. പക്ഷെ മലയാള ബ്രാഹ്മണനായിരിക്കണം. ഈ മലയാള ബ്രാഹ്മണൻ എന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ അത് അവർക്ക് മാത്രമേ അറിയൂ. ഇതുപോലെ ഇപ്പോൾ കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ഒരു കീഴ്ശാന്തിയുടെ പോസ്റ്റിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. നിങ്ങളതൊന്ന് വായിച്ചു നോക്കണം. കുറുമ്പനാട് ദേശത്ത് ജനിച്ചവരും അതുപോലെ തന്നെ ഏതോ ഒരു നമ്പൂതിരി ഗ്രാമത്തിലുള്ളവരും ആ ഗ്രാമത്തിൻ്റെ ഉപഗ്രാമങ്ങളിൽപ്പെട്ടവരും ആയ നമ്പൂതിരിമാർക്ക് മാത്രം അപേക്ഷിക്കാമെന്ന് പറഞ്ഞ്. അപ്പോൾ ഇങ്ങനെയൊരു ദേശം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ വിവരാവകാശം കൊടുക്കാനിരിക്കുകയാണ്. കേരളത്തിൻ്റെ റവന്യൂ സെക്രട്ടറി മറുപടി പറയണം. ഇത് ഏത് രാജ്യം, ഇത് ഏത് ദേശം എന്ന്. മാത്രമല്ല ഒരു ഗ്രാമത്തിൻ്റെ ഒരു നമ്പൂതിരി ശുഖപുരം എന്തോ ഗ്രാമത്തിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്, കൃത്യമായ ഓർമ്മയില്ല. ആ ഗ്രാമത്തിൽപ്പെട്ട നമ്പൂതിരിക്ക് മാത്രമേ അപേക്ഷിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞതിന് ശേഷം തൊട്ടടുത്ത വരിയിൽ പറയാണ് ഉപഗ്രാമത്തിലെ നമ്പൂതിരിമാർക്ക് അപേക്ഷിക്കാം. എനിക്ക് ഉപഗ്രാമങ്ങളുടെ പേര് പറയണ്ടേ? അത് പറയില്ല. കാരണം ഏത് നമ്പൂതിരി അപേക്ഷിച്ചാലും ഇവർക്ക് ആളില്ലാതെ വന്നാൽ മറ്റേത് നമ്പൂതിരി അപേക്ഷിച്ചാലും ആ നമ്പൂതിരി ഞങ്ങളുടെ ഉപഗ്രാമത്തിൽപ്പെട്ട നമ്പൂതിരിയാന്ന് പറഞ്ഞ പ്രശ്നം തീർന്നല്ലോ. ഇതാണ് സംഭവം. ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് 7ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള എഴുത്തും വായനയും മാത്രം അറിഞ്ഞാൽ മതി. വിദ്യാഭ്യാസം ഇല്ലെങ്കിലും കുഴപ്പമില്ല. അവിടെ അരിവെപ്പുകാരനായിട്ട് ഒരാളാവശ്യമുണ്ട്. ബ്രാഹ്മണർക്ക് അരിവയ്ക്കാനുള്ള ആളെയാണ് ആവശ്യം. പക്ഷേ മലയാള ബ്രാഹ്മണനായിരിക്കണം. ശമ്പളം 50,000 രൂപയാണ് കേട്ടോ. 50,000 രൂപയാണ്. ഇവിടെ MAയും BEഡും കഴിഞ്ഞ് സ്കൂളിൽ പഠിപ്പിക്കാൻ പോകുന്ന അധ്യാപകർക്ക് കിട്ടില്ല അത്രയും പൈസ. 50,000 രൂപ ശമ്പളത്തിൽ അരിവെപ്പുകാരനെ വെക്കുന്ന ആ അരിവെപ്പുകാരന് പോലും കൃത്യമായി ജാതി പറഞ്ഞ് വിളിക്കുന്ന ഒരു നാടാണ് ഇന്നും കേരളം. അപ്പോൾ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ജാതി എന്ന് പറയുന്നത് കേരളത്തിൽ ഇന്നും ഒരു യാഥാർത്ഥ്യമാണ്.
ഇവിടെ അവർണരായിട്ടുള്ള ശാന്തിക്കാർ ജോലി ചെയ്യുന്നുണ്ട്, ശരിയാണ്. എവിടെയാണ് ജോലി ചെയ്യുന്നത് വെച്ചാൽ അന്തിത്തിരി കത്തിക്കാൻ പോലും വരുമാനമില്ലാത്ത ക്ഷേത്രങ്ങളിൽ ഒരു നമ്പൂതിരിയും പൂജയ്ക്ക് പോകാൻ തയ്യാറുള്ളത്തിടത്തേക്ക് അവിടുത്തെ വിളക്ക് വെപ്പ് മുടങ്ങാതിരിക്കാൻ, പൂജ മുടങ്ങാതിരിക്കാൻ കുറച്ച് ആളുകളെ ദേവസ്വം ബോർഡിന് ആവശ്യമുണ്ട്. അത്തരം ക്ഷേത്രങ്ങളിലൊക്കെ ഇവർ വെക്കും. പക്ഷേ ദേവസ്വം ബോർഡിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മേജർ ക്ഷേത്രങ്ങളിൽ ഈഴവ ശാന്തിക്കാർക്ക് പ്രവേശനമില്ല. മേജർ ക്ഷേത്രങ്ങളെന്ന് പറഞ്ഞാൽ കാശ് കൂടുതലുള്ള ക്ഷേത്രം, അവിടെ വരുന്ന സമയത്ത് അവർ ബ്രാഹ്മണരും ഇവർ ചോമ്പൂരിമാരുമാവും. ഈ പാവങ്ങളാണെങ്കിൽ ഈഴവ സമുദായത്തിൽ നിന്ന് പുറപ്പെടുകയും ചെയ്തു ബ്രാഹ്മണ സമുദായത്തിലോട്ട് എത്തിയിട്ടുമില്ലാത്തുള്ള അവസ്ഥയിലാണ് ത്രിശങ്കുവിൻ്റെ കഥ. ഗുരു പറയുന്നുണ്ട് ഈ വിശ്വാമിത്രൻ ബ്രാഹ്മണനാവാൻ നോക്കിയ കഥയെപ്പറ്റി ഗുരു പറയും. നിങ്ങൾക്ക് ആ കഥ അറിയാമെന്നാണ് ഞാൻ കരുതുന്നത്. കഥയായതുകൊണ്ട് നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താലും കിട്ടുന്നുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ മുത്തശ്ശിമാർ പറഞ്ഞു വരുന്നുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അതായത് ബ്രാഹ്മണർ എന്ന് പറഞ്ഞാൽ വിരാട് പുരുഷൻ്റെ മുഖത്ത് നിന്ന് ജനിച്ചവരാണ്. ക്ഷത്രിയരെന്ന് പറഞ്ഞാൽ കൈകളിൽ നിന്ന് ജനിച്ചവരാണ്. അപ്പോൾ ഈ വിശ്വാമിത്രൻ ജന്മനാ ക്ഷത്രിയനാണ്. ഈ തലയും കഴുത്തും ഈ പറയുന്ന കൈകളും തമ്മിലുള്ള വ്യത്യാസം ഈ ഒരു ചാണിൻ്റെയാണ്. ഈ ഒരു ചാൺ മാത്രം, ബ്രാഹ്മണരിൽ നിന്ന് കേവലം ഒരു ചാൺ മാത്രം താഴെ നിൽക്കുന്ന വിശ്വാമിത്രൻ ബ്രാഹ്മണനാകാൻ നോക്കിയപ്പോഴുണ്ടായ പുകിലാണ് ആ ത്രിശങ്കുവിൻ്റെ സ്വർഗം നിർമ്മിച്ച ആ വലിയ കഥ പറഞ്ഞിട്ട് ഗുരു പറയുന്നത്. പുകിലാണിത്. അപ്പോൾ പിന്നെ താഴെ ശൂദ്രനും താഴെ കിടക്കുന്ന അവർണരായിട്ടുള്ള പഞ്ചമരായിട്ടുള്ള ഈഴവർ ബ്രാഹ്മണരാകാൻ ശ്രമിച്ചാൽ എന്താവും കഥ? കർമ്മബ്രാഹ്മണ്യം എന്നൊക്കെ പറയുന്നത് തട്ടിപ്പാണ്. കർമ്മബ്രാഹ്മണ്യം ശരിയാണെങ്കിൽ ശ്രീനാരായണ ഗുരു ബ്രാഹ്മണനാണ്, ശ്രീനാരായണ ഗുരു ശ്രീകൃഷ്ണൻ്റെ അവതാരമാണ്, ശ്രീനാരായണ ഗുരുദേവൻ ദൈവാവതാരമാണ് എന്നൊക്കെ ശ്രീനാരായണീയരുടെ വേദികളിൽ വന്ന് നിൽക്കുന്ന പ്രസംഗിക്കുന്ന ഗവർണർമാർ, ശ്രീനാരായണീയരുടെ വേദിയിൽ വന്ന് നിന്ന് പ്രസംഗിക്കുന്ന ഈ പറയുന്ന ഹിന്ദു നേതാക്കന്മാർ, അവർ പറയണം ഈ ക്ഷേത്രത്തിൻ്റെ ഈ ഭൂമിയുടെ മുമ്പിലുള്ള ഈ പറയുന്ന ഭൂമി, ഇവിടെ ഈ 39 സെൻറ്റ് സ്ഥലത്ത് ഇവിടുത്തെ ശ്രീനാരായണീയർ ചേർന്ന് ഇവിടുത്തെ ശ്രീനാരായണ ഗുരുദേവൻ്റെ ഒരു പ്രതിമ ഇവിടെ വെക്കാൻ തീരുമാനിച്ചപ്പോൾ ഈ ക്ഷേത്രത്തിന് മുമ്പിലാണ് ഈ പ്രതിമ വരാൻ പോകുന്നതെന്നുള്ളൊരൊറ്റ കാരണം കൊണ്ട് പതിറ്റാണ്ടുകളായി കേസ് നടക്കല്ലേ ഇവിടെ. ഗുരുവിൻ്റെ പ്രതിമയ്ക്ക് പോലും ഈ ക്ഷേത്രത്തിനുള്ളിൽ അശുദ്ധിയുണ്ട് എന്നല്ലേ ഇത് തെളിയിക്കുന്നത്? ഇപ്പോൾ പറയുന്നത് ഇവർക്ക് ഈ ഭൂമിയിൽ ചില ദിവസങ്ങളിൽ കസ്റ്റമറി റേറ്റ് ഉണ്ടെന്നാണ്. ഏത് ഭൂമിയിലാണ് കസ്റ്റമർ റേറ്റ് ഉള്ളത്? നിങ്ങളുടെ 13 സെൻറ്റ് ഭൂമിയിലാണോ? ആണെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഈ ഭൂമി 39 സെൻറ്റല്ലേ ആയിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിൽ നിന്നല്ലേ ആ റോഡ് എടുത്തു പോയത്? ആ റോഡിൽ ഇവർക്ക് കസ്റ്റമർ റേറ്റ് ഇപ്പോൾ ഉണ്ടോ? ഈ ഭൂമിയിൽ നിന്നല്ലേ ആ പാർക്ക്, ആ കാണുന്ന SN പാർക്ക് ഉണ്ടായത്? ആ SN പാർക്കിൽ ഇവർക്ക് കസ്റ്റമർ റേറ്റ് ഉണ്ടെന്ന് ഏതെങ്കിലും കോടതി പറയോ? ഇവരത് ക്ലെയിം ചെയ്യുന്നുണ്ടോ? ഇല്ല. പിന്നെ അപ്പോൾ അതായത് എപ്പോഴാണ് ഈ കസ്റ്റമർ റേറ്റ് വരുന്നത് വെച്ചാൽ, ഇത് ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിൻ്റെ ഭൂമിയാണെങ്കിൽ ഉണ്ട്, അത് റോഡായാൽ ഇല്ല, അത് പാർക്കായാൽ ഇല്ല. അപ്പോൾ പ്രശ്നം എന്താണ്? പ്രശ്നം എന്ന് പറയുന്നത് ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിൻ്റെ പേരിൽ, അതായത് ശ്രീനാരായണ ഗുരുവാണ് ഈ സംഘടനയുടെ സ്ഥിരാധ്യക്ഷൻ എന്നാണ് വെപ്പ്. ശ്രീനാരായണ ഗുരു സ്ഥിരാധ്യക്ഷനായിട്ടുള്ള ഒരു സംഘടനയുടെ പേരിലാണെങ്കിൽ അവിടെ അപ്പോൾ അവർക്ക് വേറെ ചില അവകാശങ്ങളുണ്ട്. നിങ്ങൾക്കിവിടെ ഇത് നിങ്ങൾ പ്രവർത്തിക്കാൻ പാടില്ല, നിങ്ങളത് ചെയ്യാൻ പാടില്ല. ഇത് വൈക്കം ക്ഷേത്രത്തിൻ്റെ മുമ്പിലൂടെ ശ്രീനാരായണ ഗുരു നടന്നു പോകാൻ പോലും അവകാശമുള്ളവനല്ല എന്ന് വിശ്വസിച്ചതിൻ്റെ ബാക്കിയാണ്, തുടർച്ചയാണ് ഇന്ന് ഈ മരടിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു മണ്ഡപം ഈ ഭൂമിയിൽ ഉയരാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്നതും. 1.25 ഏക്കറോ 2 ഏക്കറോ സ്ഥലം സ്വന്തമായിട്ടുള്ളൊരു ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ ഇതാ ഈ ത്രികോണം പോലൊരു സ്ഥലത്ത് ഇവിടെ ഒരു ഗുരുമന്ദിരം ഉയർന്നാൽ ആർക്കാണ് പ്രശ്നം? എന്താണ് പ്രശ്നം? പ്രശ്നമുണ്ട്. എന്താണ് പ്രശ്നമെന്ന് വെച്ചാൽ, അതാണ് ഞാൻ തുടങ്ങിയത്, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സോദരത്തേന വാഴുന്ന എല്ലാ മനുഷ്യരും ഒന്നായി വാഴുന്ന ഭൂമിയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനത്തിലുള്ള ഭൂമി. പക്ഷേ ഈ മതിൽക്കെട്ടിനപ്പുറം പട്ടിക്കും പൂച്ചയ്ക്കും പ്രവേശിക്കാമെങ്കിലും അവിടെ അഹിന്ദുക്കൾക്ക് പ്രവേശിക്കാൻ പറ്റുമോ? പറ്റില്ല. അത് മറ്റൊരു ഭൂമിയാണ്, അത് മറ്റൊരു തരം വിശ്വാസമാണ്, മറ്റൊരു തരം ആദർശമാണ്. മനുഷ്യരെ തട്ടായി കാണുന്ന ഒരു പ്രത്യയശാസ്ത്രം. ഈ ഭൂമിയിൽ ജനിച്ച മനുഷ്യരിൽ ഏറ്റവും ഉന്നതരായിട്ടുള്ളവർ അവർ ദേവന്മാർക്ക് സമമായിട്ടുള്ള ബ്രാഹ്മണരാണെന്നും അവർക്ക് തൊട്ട് താഴെ മറ്റൊരു തട്ടായി ക്ഷത്രിയരെന്നൊരു വിഭാഗമുണ്ടെന്നും അവർക്കും താഴെ വൈശ്യരുണ്ടെന്നും അവർക്കും താഴെ ശൂദ്രരുണ്ടെന്നും അവർക്കും താഴെയുള്ള കോടാനുകോടി മനുഷ്യരെല്ലാം മൃഗതുല്യരായിട്ടുള്ള മൃതവസ്തുക്കളാണെന്നും വിശ്വസിക്കുന്ന അസമത്വത്തിൻ്റെ, ശ്രേണീകൃതമായ അസമത്വത്തിൻ്റെ, അയ്യത്വത്തിൻ്റെ പ്രത്യയശാസ്ത്രത്തിന്
ഒരു കാരണവശാലും ശ്രീനാരായണ ഗുരുവിനെ പോലെ ഒരാളുടെ പ്രതിമ തങ്ങളുടെ ഭൂമിയുടെ മുമ്പിൽ ഉയരുന്നത് സഹിക്കാൻ പറ്റില്ല. അതവർക്ക് അശുദ്ധികരമാണ്. ഒന്ന്, മനുഷ്യർ തങ്ങളുടെ ഭൂമിയിലേക്ക് കടന്നാൽ പോലും ദൈവം അശുദ്ധമായി മാറും എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രമാണെങ്കിൽ, മറ്റൊന്ന്, ഈ ലോകത്തെ സകല ചരാചരങ്ങളും സകല മനുഷ്യരും ഒരുപോലെ, ഈ ലോകത്തെ മനുഷ്യരായി ജനിച്ച എല്ലാ മനുഷ്യരും, അവർ ഏത് ഭാഷ സംസാരിക്കുന്നവരാകട്ടെ, അവർ ഏത് വേഷം ധരിക്കുന്നവരാകട്ടെ, അവർ ഏത് ജാതിയിൽ ജനിച്ചവരോ ഏത് മതത്തിൽപ്പെട്ടവരാകട്ടെ, ഏത് സമുദായക്കാരാകട്ടെ, അവരെല്ലാം ജന്മന ഒരു ജാതിയാണ്. ഏത് ജാതി എന്ന് ചോദിച്ചാൽ മനുഷ്യജാതി. ഈ ലോകത്തെ പശുക്കളെല്ലാം പശു എന്ന ജാതിയിൽപ്പെട്ടവരായിരിക്കുന്നത് പോലെ ഈ ലോകത്തെ മനുഷ്യരെല്ലാം അവരുടെ വേഷം, ഭാഷ തുടങ്ങിയവ ഏത് തന്നെയായിരുന്നാലും അവരെല്ലാം മനുഷ്യജാതിയാണ്. അവരെല്ലാം ഈ ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്ന ഒരു സ്പീഷീസിൽപ്പെട്ട മനുഷ്യജാതിയാണ് എന്ന് വിശ്വസിക്കുന്ന ശാസ്ത്രീയമായ മാനവികമായ ഒരു പ്രത്യയശാസ്ത്രം മുന്നോട്ട് വയ്ക്കുന്ന ഒരു ദാർശനിക നിലപാടുള്ള ശ്രീനാരായണ ഗുരുദേവൻ സവർണതയ്ക്കും സവർണതയുടെ പ്രത്യയശാസ്ത്രമായ ശ്രേണീകൃത സമത്വത്തിനും ഒരു കാലത്തും സ്വീകാര്യനല്ല എന്നതിൻ്റെ തെളിവാണിത്. ഇവർ നിങ്ങളുടെ വേദിയിൽ ഒന്ന് പ്രസംഗിക്കും ശ്രീനാരായണ ഗുരു ശ്രീകൃഷ്ണൻ്റെ അവതാരമാണ് എന്ന്. അതേ അവർ തന്നെ ഈ ഭഗവതി ക്ഷേത്രത്തിൻ്റെ കൊട്ടാരം ഭഗവതി ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിമ വയ്ക്കാൻ പോയാൽ പറയും, ഇതാ കേസ് നടത്തേണ്ടി വരും. ദൈവദശകം നിങ്ങൾ പോയി ഒരു സവർണ ക്ഷേത്രത്തിൽ ചൊല്ലിയതിൻ്റെ പേരിൽ അടികൊണ്ട് വീണ അമ്മമാരുടെ നാടാണ് കേരളം. ഇപ്പോഴും ഇതിവിടെ ഇപ്പോൾ ജാതിയില്ലാത്ത കേരളമല്ലേ? ഇതൊക്കെ സംഭവിക്കുന്നോ? എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഗാന്ധിയും ഗുരുവും തമ്മിലുള്ള സംഭാഷണം നിങ്ങളൊന്ന് ഓർക്കണം. ഈ ഹിന്ദു മതത്തിൻ്റെ അസമത്വത്തെക്കുറിച്ച്, ആ അസമത്വത്തിൽ ശ്വാസം മുട്ടുന്ന മനുഷ്യർ അവരുടെ രക്ഷാ കവചം, രക്ഷാ അഭയസ്ഥാനം എന്ന നിലയ്ക്കാണ് അവർ യഥാർത്ഥത്തിൽ ക്രിസ്തു മതത്തിലേക്കും ഇസ്ലാം മതത്തിലേക്കുമൊക്കെ മാറുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അത് ലൗകികമായ ഒരു വിമോചന സാധ്യത കൂടിയായിരുന്നു മതം മാറുക എന്നുള്ളത്. ഈ മതം മാറ്റവുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ ഈ സമുദായത്തിനകത്ത് നടന്നിട്ടുണ്ട്. ഇതൊരു ജനാധിപത്യ സ്വഭാവം പുലർത്തുന്ന ഒരു സമുദായമായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ ഇതിൻ്റെ യോഗത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന സമയത്തും അദ്ദേഹം നേരിട്ടൊരു തീരുമാനം എടുക്കുകയല്ല ചെയ്യുന്നത്. SNDP യോഗത്തിൻ്റെ റെക്കോർഡ്സൊക്കെ നിങ്ങളൊന്ന് പരിശോധിക്കണം. ഒരാൾക്ക് വിദ്യാഭ്യാസ സഹായം കൊടുക്കുന്ന ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും ഗുരു അതിലൊരു തീരുമാനമെടുത്താൽ ആരെങ്കിലും ഗുരുവിനോട് ചോദ്യം ചെയ്യുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇല്ല. പക്ഷെ അങ്ങനെയല്ല. ഈ തവണ SNDP യോഗം ഇത്ര പേർക്കാണ് വിദ്യാഭ്യാസത്തിന് സഹായം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്, അതിന് ഇത്ര അപേക്ഷകളാണ് ലഭിച്ചിട്ടുള്ളത്, ഇതിൽ ആർക്കാണ് കൊടുക്കേണ്ടത് എന്ന് ഗുരു ഡയറക്ടർ ബോർഡ് വിളിച്ച് ചോദിക്കും. പങ്കെടുക്കാൻ സാധിക്കുന്ന ആളുകൾ പങ്കെടുക്കും, അല്ലാത്ത ആളുകൾക്ക്, ആബ്സെൻ്റ് ആയിട്ടുള്ള ആളുകൾക്ക് കത്തെഴുതി ചോദിക്കും. അങ്ങനെ കത്ത് കൂടെ കിട്ടുന്ന സമയത്ത് ഓരോരുത്തരും പറഞ്ഞിട്ടുള്ള അഭിപ്രായം നോക്കി ഭൂരിപക്ഷ അഭിപ്രായം ഏതാണോ അത് സ്വീകരിച്ചിട്ടാണ് ആ വർഷത്തെ സ്കോളർഷിപ്പ് പോലും കൊടുക്കുക. ഇത്രയും ജനാധിപത്യപരമായി കത്തുകളിലൂടെ പോലും ജനാധിപത്യപരമായ ഒരു പ്രാക്ടീസ് നിലനിർത്തിയിരുന്ന ഒരു സംഘടനയാണ് ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം എന്ന് ഓർക്കണം. ആ സംഘടന, അതിൻ്റെ അകത്ത് നടന്ന സംവാദങ്ങൾ എത്രമാത്രം ബഹുസ്വരമായിരുന്നു എന്ന് ഇന്ന് അത്ഭുതത്തോടു കൂടി മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ. കാരണം ശ്രീനാരായണ ഗുരു എന്ന് പറയുന്ന ഒരു ഗുരുവിൻ്റെ ശിഷ്യരായി നിൽക്കുമ്പോഴും വ്യത്യസ്തങ്ങളായ വിശ്വാസങ്ങൾ, ആദർശങ്ങൾ വെച്ച് പുലർത്തിയിരുന്ന ആളുകൾ ശ്രീനാരായണ പ്രസ്ഥാനത്തിനകത്തുണ്ടായിരുന്നു. ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യൻ, ഇന്ന് ശ്രീനാരായണ ധർമ്മസംഘം എന്ന് പറയുന്ന ഈ ധർമ്മസംഘം രൂപീകരിക്കുന്ന സമയത്തിൽ അതിൽ വലിയ സംഭാവനകൾ വഹിച്ചിട്ടുള്ള ആളാണ് ധർമ്മതീർത്ഥസ്വാമികൾ. ശിവഗിരിയിൽ നിന്ന് പുറത്തിറങ്ങിയ ധർമ്മം എന്ന് പറയുന്ന അന്നത്തെ ശിവഗിരിയുടെ മുഖപത്രത്തിൻ്റെ പത്രാധിപരുടെ ചുമതല കൂടി വഹിച്ചിട്ടുള്ള ധർമ്മതീർത്ഥസ്വാമികളുടെ സമാധി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾക്കത് കാണണമെങ്കിൽ തിരുവനന്തപുരത്തെ പാളയത്തെ CSI പള്ളിയിൽ ചെല്ലേണ്ടി വരും. കാരണം അദ്ദേഹം അവസാന കാലത്ത് ശ്രീനാരായണ ഗുരുവിൻ്റെ ധർമ്മസംഘത്തെ നയിച്ചിരുന്ന അവസാന കാലത്ത് അദ്ദേഹം ക്രിസ്തുമതം സ്വീകരിക്കുകയും തൻ്റെ പേര് ശ്രീ ജോൺ ധർമ്മതീർത്ഥ എന്ന് മാറ്റുകയും ചെയ്തു. ഇപ്പോഴും ശിവഗിരിയുടെ സന്യാസിമാർ ധർമ്മതീർത്ഥസ്വാമികളുടെ സമാധി ദിവസം അവിടെ ചെല്ലാറുണ്ട് എന്നത് നമുക്ക് പത്രങ്ങളിലെല്ലാം കണ്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. എന്തെങ്കിലും തിരുവനന്തപുരത്ത് പോകുന്ന സമയത്ത് ശിവഗിരി തീർത്ഥാടനം കഴിഞ്ഞ് വരുന്ന വഴിക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കയറുക എന്നുള്ളതാണ് ഇപ്പോൾ ഈഴവരുടെ ആചാരം. പണ്ട് കയറിയാൽ ആ വഴിക്ക് പോയാൽ കോട്ടയ്ക്കകത്തേക്ക് കിടന്നാൽ അടി കിട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ ഇപ്പോൾ അതാണ് ആചാരം. അതിന് പകരം CSI പള്ളിയിൽ പോയി ആ ധർമ്മതീർത്ഥസ്വാമികളുടെ സമാധി കാണാൻ നിങ്ങളൊന്ന് തയ്യാറാവണം. മാത്രമല്ല, ഞാൻ ബുദ്ധമതക്കാരനാണ് എന്ന് വിശ്വസിക്കുന്ന
CV കുഞ്ഞിരാമൻ്റെ പ്രസ്താവന നിങ്ങൾക്ക് ഗുരുവിൻ്റെ ഏകമതം എന്ന വിഷയത്തിൽ 1925 ഗുരുവും CV കുഞ്ഞിരാമനും തമ്മിൽ വിശദമായൊരു അഭിമുഖം നടക്കുന്നുണ്ട്. ഗുരുവിൻ്റെ ഏകജാതി ഏകമതം ഏകദൈവ സങ്കല്പത്തെക്കുറിച്ച് ഗുരു തന്നെ വിശദീകരിക്കുന്ന വളരെ വിശദമായ ചരിത്രപരമായ ഒരു അഭിമുഖമാണ്. അതിൽ CV പറയുന്നുണ്ട്, ഞാനൊരു ബുദ്ധമതവിശ്വാസിയാണ് എന്ന് CV പറയുന്നുണ്ട്. സത്യത്തിൽ CV ദൈവത്തിലേ വിശ്വസിക്കാത്ത മനുഷ്യനായിരുന്നു. CV കുഞ്ഞിരാമൻ ബുദ്ധമതം. സഹോദരൻ അയ്യപ്പൻ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് പറഞ്ഞു, ഈ സഹോദരൻ ഈഴവനല്ല, അദ്ദേഹത്തിന് ഈഴവ സമുദായത്തിൻ്റെ സംവരണ മണ്ഡലത്തിൽ മത്സരിക്കാൻ സാധിക്കില്ല, കാരണം അദ്ദേഹം ഈഴവനല്ല. എന്താണ് കാരണമെന്ന് വെച്ചാൽ ഇദ്ദേഹം ബുദ്ധമതത്തിൽ ചേർന്ന ആളാണ്. അപ്പോൾ കോടതിയിൽ കേസ് നടന്നു. അവസാനം ഈഴവൻ ബുദ്ധമതക്കാരനായാലും ഈഴവൻ തന്നെ എന്ന് വിധിക്കുകയും സഹോദരൻ ഈഴവ സമുദായ മണ്ഡലത്തിൽ തന്നെ മത്സരിക്കുകയും ചെയ്ത കഥയുണ്ട്. അതോടെ നിൽക്കട്ടെ. അപ്പോൾ സഹോദരനെ പോലുള്ള ആളുകൾ, മിതവാദി കൃഷ്ണനെ പോലുള്ള ആളുകൾ, മിതവാദി കൃഷ്ണൻ ബുദ്ധമതത്തിന് വേണ്ടി നിലകൊണ്ട ഒരാളാണ്. പിന്നീട് ഈഴവർ ഒരു സ്വതന്ത്ര സമുദായമാണ്. ഹിന്ദു മതത്തിലോ ക്രിസ്തു മതത്തിലോ പെടാത്ത, ഇസ്ലാം മതത്തിലോ പെടാത്ത, ഹിന്ദു മതത്തിൻ്റെ ശ്രേണീകൃത അസ്വമതത്തിൻ്റെ ഉള്ളിലൊരു ജാതിയായിട്ടല്ല ഈഴവർ എന്ന് പറയുന്ന സമുദായം, തീരെന്ന് പറയുന്ന സമുദായം കേരളത്തിലൊരു സ്വതന്ത്ര സമുദായമാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ആളുകൾ അവിടെയുണ്ട്. ഇന്നിപ്പോൾ ബിനോയ് വിശ്വം എന്ന് പറയുന്ന CPIയുടെ നേതാവില്ല, അദ്ദേഹത്തിൻ്റെ മുത്തശ്ശനുണ്ട് E. മാധവൻ. അദ്ദേഹം SNDPയുടെ സംഘടനാ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം എഴുതിയ പുസ്തകമാണ് സ്വതന്ത്ര സമുദായം. ആ സ്വതന്ത്ര സമുദായം എന്ന് പറയുന്ന പുസ്തകം തിരുവിതാംകൂർ നിരോധിച്ചു, കൊച്ചി രാജ്യം നിരോധിച്ചു, അന്നത്തെ മലബാർ ജില്ലയിലും നിരോധിച്ചു. അന്ന് ഐക്യ കേരളം രൂപപ്പെടുന്നതിന് മുമ്പ് മലയാളം സംസാരിക്കുന്ന മുഴുവൻ പ്രദേശങ്ങളിലും ഒരുപോലെ നിരോധിച്ച പുസ്തകമാണ് ഇവരുടെ സ്വതന്ത്ര സമുദായത്തിൻ്റെ നിലയെപ്പറ്റി പറയുന്ന SNDP യോഗത്തിൻ്റെ സംഘടനാ സെക്രട്ടറി ശ്രീ E. മാധവൻ എഴുതിയ സ്വതന്ത്ര സമുദായം എന്ന് പറയുന്ന പുസ്തകം. നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൽ പരതിയാൽ ഫ്രീ ആയി വായിക്കാൻ കിട്ടും. ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വായിക്കണം. അതുപോലെ തന്നെ ഈ പറയുന്ന നമ്മളുടെ ഈ വൈക്കം സത്യാഗ്രഹത്തിലേക്ക് സത്യാഗ്രഹികളെ സഹായിക്കാനായിട്ട് സിഖുകാർ വന്നു. അവരുടെ വൈക്കത്ത് അടുക്കള തുടങ്ങി. അവിടെ ഫ്രീ ആയി ഭക്ഷണം സത്യാഗ്രഹികൾക്ക് കൊടുത്തിരുന്നു. ഗാന്ധി കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഈ അടുക്കളയും പൂട്ടണം, കാരണം അങ്ങനെ സിഖുകാരിൽ നിന്നും നിങ്ങൾ ഭക്ഷണമായും കഴിക്കുന്നത് നിങ്ങൾ മലയാളികൾക്കൊരു നാണക്കേടാണെന്ന് പറഞ്ഞു. അവസാനം ആ ചുമതല കൂടെ SNDP യോഗത്തിൻ്റെ തലയിലായി എന്നുള്ളതാണ് റെക്കോർഡ്സ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക. കാരണം പറയുന്നുണ്ട്, സത്യാഗ്രഹികൾക്ക് ഭക്ഷണം നൽകാമെന്ന സിഖുകാരെ ഇതാ ഗാന്ധി തിരിച്ചുവിട്ടിരിക്കുന്നു. ഇപ്പോൾ സത്യാഗ്രഹാശ്രമത്തിൻ്റെ ഗതി വളരെ പരിതാപകരമാണ്. അതുകൊണ്ട് നമ്മൾ വേണം ഇതിനെ ചെയ്യാനെന്ന് പറഞ്ഞ് CV കുഞ്ഞിരാമൻ്റെ പ്രസ്താവനയൊക്കെ സത്യാഗ്രഹ രേഖകൾ നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കും. അതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞ സവർണ്ണ ജാഥയ്ക്ക് വേണ്ടി പണസമാഹരണം നടത്തുന്നു TK മാധവനാണ് കേട്ടോ. അത് പിരിച്ച തുകയുടെ കണക്കടക്കം സത്യാഗ്രഹ രേഖകളുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല, ആ സത്യാഗ്രഹികൾ ഇവിടെ വന്നപ്പോൾ ചപ്പാത്തി എന്ന് പറയുന്ന ഭക്ഷണം മലയാളികൾ ആദ്യമായി പരിചയപ്പെടുന്ന വൈക്കം സത്യാഗ്രഹത്തിൽ ഈ സിഖുകാർ വന്നതാണ്. ചപ്പാത്തി മാത്രമല്ല, ചപ്പാത്തി ഉണ്ടാക്കിയവരുടെ മതം കൂടി ഈഴവരിൽ പല ആളുകൾക്കും ഇഷ്ടപ്പെടുകയും അങ്ങനെ KC കുട്ടൻ എന്ന് പറയുന്ന ആൾ, സഹോദര പ്രസ്ഥാനത്തിൻ്റെയൊക്കെ നേതാവായിരുന്ന KC കുട്ടൻ, അദ്ദേഹം സിഖ് മതം സ്വീകരിക്കുകയും പഞ്ചാബിൽ പോവുകയും പഞ്ചാബിലെ തെരുവുകളിൽ വലിയ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്ത ചരിത്രവും ഇവിടെയുണ്ട്. CV കുഞ്ഞിരാമൻ മാരമൻ കൺവെൻഷനിൽ പങ്കെടുക്കുകയും ക്രിസ്തു മതത്തോടുള്ള തൻ്റെ അനുഭവം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുണ്ട്. C. കേശവൻ ഒരു സ്വതന്ത്ര സമുദായം എന്ന നിലയ്ക്ക് വേണ്ടി നിലകൊണ്ട യുക്തിവാദിയായ, നിരീശ്വരവാദിയായ, ശബരിമല അമ്പലം കത്തിപ്പോകുന്ന സമയത്ത് അന്ന് C. കേശവൻ തിരുക്കൊച്ചിയുടെ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം പറഞ്ഞത്, ഒരു അമ്പലം നശിച്ചാൽ അത്ര അന്ധവിശ്വാസം നശിച്ചു എന്നാണ് പറഞ്ഞയാൾ. ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനാണ്. C. കേശവൻ്റെ പ്രസ്ഥാനമാണ് SNDP യോഗം. C. കേശവൻ എന്ന് പറയുന്നൊരു വ്യക്തി ഇല്ലായിരുന്നുവെങ്കിൽ ഞാനും നിങ്ങളും ഇന്ന് എവിടെ നിൽക്കുമായിരുന്നു എന്ന് ആലോചിക്കുക. കാരണം ഈ നാട്ടിൽ ഈഴവർക്ക് ജോലിയില്ലാതിരുന്ന സമയത്ത് ഈഴവരുടെ സ്വതന്ത്രമായൊരു സമുദായ നിലയെ പറയുകയും അദ്ദേഹം പറയുക മാത്രമല്ല, ഈ ഹിന്ദു ഐക്യം പറഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് ഞാൻ വളരെ ലളിതമായി പറയാം. ഒരിക്കലും എൻ്റെ ഒരു അധ്യാപകൻ എനിക്കൊരു മെസ്സേജ് അയച്ചു, അമൽ, ഇന്ന സ്ഥലത്തെ ഒരു വേദപാഠശാലയിൽ ഞാൻ സംസ്കൃതംകാരനാണ് കേട്ടോ, അതുകൊണ്ടാണ് കുറേ അധ്യാപകരെ നിയമിച്ചിരിക്കുന്നു. നോക്കൂ, ഈ ലിസ്റ്റ് നോക്കൂ, എല്ലാവരും ബ്രാഹ്മണർ, 100% അവിടെ നിയമിച്ചിട്ടുള്ള എല്ലാവരും ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. റിസർവേഷൻ റൂൾസ് ഒന്നും പാലിച്ചിട്ടില്ല. ഇതിനെതിരെ പ്രതികരിക്കണമെന്ന് പറഞ്ഞ് എനിക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചു. അപ്പോൾ ഇദ്ദേഹം ഒരു ഹിന്ദു ഐക്യക്കാരനാണ്, എൻ്റെ അധ്യാപകൻ കൂടിയാണ്. ഞാൻ പറഞ്ഞു, സാറ് സന്തോഷിച്ചോളൂ, കാരണം നിയമിച്ചവരെല്ലാവരും ഹിന്ദുക്കളാണല്ലോ. അപ്പോൾ ഹിന്ദുവായി അങ്ങേക്ക് സന്തോഷിക്കല്ലോ, 100% ഹിന്ദു റിസർവേഷനിലേക്ക് ഇട്ടിരിക്കുന്നത്, ആഹ്ലാദിപ്പിന്നെന്ന് ഞാനും പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ എന്നെ കളിയാക്കിയതാണല്ലോ. ഇതാണ് ഈ ഹിന്ദു റിസർവേഷൻ, ഈ ഹിന്ദു ഐക്യത്തിൻ്റെ പ്രശ്നം. കാരണം ഇന്ത്യ എന്ന് പറയുന്നൊരു ഹിന്ദു രാജ്യമാണ്. ഹിന്ദു രാജ്യത്തിൽ ഇപ്പോൾ മന്ത്രിസഭയുണ്ട്. ആ മന്ത്രിസഭയിൽ കയറിയിരിക്കുന്നു. അതോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സ്ഥാപനമാണ്, ഈ സ്ഥാപനത്തിൽ 100 പേരെ ജോലിക്കെടുക്കുന്നു. ഇവിടെ 80% ഹിന്ദു മതക്കാരാണ്, 80% ഹിന്ദുക്കളെ നിയമിക്കുന്നു എന്ന് പറഞ്ഞാൽ ജനസംഖ്യാനുപാതിക പ്രാതിനിധ്യമല്ലേ എന്ന് പറയാം. പക്ഷേ നിയമിക്കപ്പെടുന്ന 80% സവർണരും അവിടെ ഒറ്റ ഇഴവനോ ഒറ്റ ദളിതനോ ഒറ്റ ആദിവാസിക്കോ പ്രവേശനമില്ലാത്ത അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതായിരുന്നു അന്ന് തിരുവിതാംകൂറിലെ അവസ്ഥ.
ഇവിടെ ഹിന്ദു രാജ്യമായ തിരുവിതാംകൂറിൽ ബഹുഭൂരിപക്ഷ ഉദ്യോഗസ്ഥങ്ങളും കൈവശം വെച്ചിരിക്കുന്നത് ഹിന്ദുക്കളാണ് എന്ന് പറയാം. പക്ഷേ ഹിന്ദുക്കളിൽ ബഹുഭൂരിപക്ഷം നികുതിയും അടയ്ക്കുന്ന ഈഴവർക്ക് അവിടെ ഒരു സ്ഥാനവുമില്ല. അപ്പോൾ ഹിന്ദു ഐക്യത്തിൻ്റെ പേരിൽ ഹിന്ദുക്കൾക്ക് കിട്ടുക എന്ന് പറയും. ഇപ്പോൾ ദേവസ്വം ബോർഡിലേക്ക് നോക്കിയാൽ എന്താണ് ഹിന്ദു ഐക്യം നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെ 95% തസ്തികകളും ഇപ്പോഴും സവർണ സമുദായത്തിൻ്റെ കയ്യിലാണുള്ളത്. അവിടെയും 10% വീണ്ടും സവർണ സംവരണം കൊടുത്തു. അപ്പോൾ ദേവസ്വം ബോർഡിലെ ജോലി മുഴുവൻ ആർക്കാണ്? ഹിന്ദുക്കൾക്കാണ് അല്ലേ? കോളേജിലോ സ്കൂളുകളിലോ മറ്റു മതത്തിൽപ്പെട്ട ആർക്കെങ്കിലും ജോലി ഉണ്ടാകാം, കാരണം അത് UGC ഒക്കെ പറയുന്നതുകൊണ്ടുണ്ടാവാമെന്നതിൽ കവിഞ്ഞ് ബാക്കി ദേവസ്വം ബോർഡുകളിലെ മുഴുവൻ ഉദ്യോഗങ്ങളും ഹിന്ദുക്കൾക്കല്ലേ? അതെ, ആണ്. ആർക്കാണ്? ഹിന്ദു മതത്തിലെ സവർണർക്കാണ്. ഇതാണ് ഹിന്ദു ഐക്യത്തിൻ്റെ പ്രശ്നം. എൻ്റെയും നിങ്ങളുടെയും തലയെണ്ണി അതിൻ്റെ പ്രാതിനിധ്യം കൂടെ ഇവിടുത്തെ സവർണർ എണ്ണി വാങ്ങുന്ന പരിപാടിയാണ് ഹിന്ദു ഐക്യം. അപ്പോൾ C. കേശവൻ പറഞ്ഞു, ഞങ്ങൾ ഈഴവർ സ്വതന്ത്ര സമുദായമാണ്, ഞങ്ങൾ മുസ്ലിങ്ങളായിട്ട് സഖ്യം ഉണ്ടാക്കുന്നു, ക്രിസ്ത്യാനികളുമായിട്ട് സഖ്യം ഉണ്ടാക്കുന്നു, ഈഴവരുമായി സഖ്യം ചേരുന്നു. അവർ 1931 ഒരു മുപ്പിരി സഖ്യമുണ്ടാക്കി. അവർ ഇവിടെ ഒരു സംയുക്ത രാഷ്ട്രീയ സഭ പ്രഖ്യാപിച്ച് അവർ നിവർത്തനം എന്ന പേരിലൊരു പ്രക്ഷോഭം ആരംഭിച്ചു. ആ നിവർത്തന പ്രക്ഷോഭം തിരുവിതാംകൂറിനെ പിടിച്ചുകുലുക്കി. C. കേശവൻ എന്ന് പറയുന്ന SNDP യോഗത്തിൻ്റെ നേതാവ് ഒരു പ്രസംഗത്തിൻ്റെ പേരിൽ അറസ്റ്റിലായി, ജയിലിലായി. C. കേശവൻ ജയിലിലാകുക മാത്രമല്ല, തിരുവിതാംകൂർ മൊത്തം ഇളകി മറിഞ്ഞു. ആ പ്രക്ഷോഭത്തിൻ്റെ വിജയത്തിലാണ് പ്രിയപ്പെട്ടവരെ PSC ഉണ്ടാകുന്നത്. ഇന്ന് നമുക്ക് സംരക്ഷണം തരാൻ വന്നിട്ടുള്ള പോലീസുകാർ PSC വഴി ജോലി കിട്ടിയവരാണ്. അവരിൽ അവർണ സമുദായക്കാർ ധാരാളം പേരുണ്ടായിരിക്കാം. അവരെങ്ങനെ PSC വഴി ജോലി കിട്ടി എന്ന് ചോദിച്ചാൽ, അന്ന് PSC എന്ന് പറയുന്ന സ്ഥാപനം ഒരൊറ്റ ഏകാംഗ കമ്മീഷനായി ആരംഭിക്കുന്നത് C. കേശവനും നിവർത്തന പ്രക്ഷോഭവും മൂലമാണ്. അന്ന് ഒരൊറ്റ കമ്മീഷൻ നിയമിച്ചു. ആ കമ്മീഷൻ വന്ന് വളർന്ന് നമ്മുടെ PSC എന്ന് പറയുന്ന സ്ഥാപനമായി നിൽക്കുന്നത് ഇത് നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ ഫലമാണ്. ഈ നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ സമയത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ മാധവൻ്റെ ഈ സ്വതന്ത്ര സമുദായ വാദമൊക്കെ ഉണ്ടാവുന്നത്. അതിനുശേഷം 36 ആകുമ്പോൾ കേരള കൗമുദിയുടെ തന്നെ പത്രാധിപർ സുകുമാരനൊക്കെ ഉൾപ്പെടെയുള്ള ആളുകൾ വീണ്ടും മതം മാറുമെന്ന ഭീഷണി ഉയർത്തുന്നുണ്ട്. അവർ പറയുന്നത് അസവർണർക്ക് നല്ലത് ഇസ്ലാം. പുസ്തകം പുറപ്പെടുവിച്ചത് എഴുതിയതും പ്രസിദ്ധീകരിച്ചതും തീയ യൂത്ത് ലീഗ് എന്ന് പറയുന്ന സംഘടനയുടെ പേരിലാണ്. തീയ യൂത്ത് ലീഗിൻ്റെ പേരിൽ ആ പുസ്തകം നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടും. എന്തുകൊണ്ട് അസവർണർ? അപ്പോൾ മാരമൺ കൺവെൻഷനിൽ പോയി ഞങ്ങൾ ക്രിസ്തു മതത്തിൽ ചേരാൻ തയ്യാറാണെന്ന് ഈഴവർ പറയുന്നു. കുറേ ആളുകൾ ഞങ്ങൾ മുസ്ലിം മതത്തിലേക്ക് വരാൻ തയ്യാറാണെന്ന് പറയുന്നു. കുറേ ആളുകൾ ഞങ്ങൾ സ്വതന്ത്ര സമുദായമായി നിലനിൽക്കുമെന്ന് പറയുന്നു. കുറേ ആളുകൾ ഞങ്ങൾ ബുദ്ധമതക്കാരാണെന്ന് പറയുന്നു. കുറച്ചാളുകളെങ്കിലും ഞങ്ങൾ സിഖ് മതത്തിൽ ചേരാൻ തയ്യാറാണെന്ന് പറഞ്ഞു. എല്ലാവരും ഒറ്റക്കെട്ടായി പറയുന്ന കാര്യം ഞങ്ങൾ ഈ ഹിന്ദു മതത്തിലേക്കില്ല എന്നാണ്. കാരണം അതിനു മുമ്പ് ആശാൻ ഹിന്ദുമതത്തോട് അനുഭവം പ്രകടിപ്പിച്ച ഒരാളാണ്. അതുപോലെ തന്നെ TK മാധവൻ ഹിന്ദുമതത്തോട് അനുഭവം പ്രഖ്യാപിച്ച ഒരാൾ. ആ TK മാധവൻ പോലും TK മാധവൻ്റെ മകന് പേരിടുന്നത് മുഹമ്മദ് അലി എന്നാണ്. പിന്നീട് ഗാന്ധി വന്നപ്പോഴാണ് ഗാന്ധിയോട് TK മാധവൻ്റെ ഭാര്യ പറയാണ്, ഈ കുട്ടിക്ക് വേറൊരു പേരിട്ട് തരണം. അപ്പോഴാണ് ഗാന്ധി പറയുന്നത് ഈ കുട്ടിയുടെ പേര് ബാബു വിജയനാഥ്. ആ ബാബു വിജയനാഥാണ് പിന്നീട് നമ്മുടെ IAS കാരനായിരുന്ന, കേരളത്തിൻ്റെ സിവിൽ സർവീസിൽ വളരെ പ്രധാനപ്പെട്ട ജോലികളെല്ലാം ചെയ്ത ബാബു വിജയനാഥ് TK മാധവൻ്റെ മകനാണ്. ആ ബാബു വിജയനാഥിന് അദ്ദേഹത്തിൻ്റെ അച്ഛൻ TK മാധവനിട്ട പേര് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഹമ്മദ് അലി എന്നാണ്. കാരണം ഈ വൈക്കം സത്യാഗ്രഹത്തിലേക്ക് നയിക്കുന്ന പ്രമേയം കോൺഗ്രസിൽ അന്ന് അംഗം പോലും അല്ലാതിരുന്ന TK മാധവന് കാക്കനഡ കോൺഗ്രസിൽ പങ്കെടുത്ത് ഈ പ്രമേയം അവതരിപ്പിക്കാൻ അന്ന് അനുമതി നൽകിയത് മുഹമ്മദ് അലി ആയിരുന്നു. അലി സഹോദരന്മാരിൽ മുഹമ്മദ് അലി ആയിരുന്നു. അദ്ദേഹത്തോടുള്ള നന്ദി സൂചകവും ആദരസൂചകവുമായിട്ടാണ് ഞാൻ പറയുന്നത്. ഇവിടുത്തെ അടിസ്ഥാന ജനത അവരുടെ അവകാശ പോരാട്ടങ്ങൾക്കായി മുന്നോട്ട് വന്ന സമയത്ത് ബാരിസ്റ്റർ ജോർജ് ജോസഫിനെ പോലുള്ള ക്രിസ്ത്യാനികൾ മുതൽ ഈ മുഹമ്മദ് അലിയെ പോലുള്ള ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ദേശീയ നേതാക്കന്മാരായിട്ടുള്ള മുസ്ലിം നേതാക്കന്മാരായിട്ടുള്ള ആളുകൾ വരെ ഇവരോട് ഐക്യപ്പെട്ട ചരിത്രം കാണാമെങ്കിൽ അതിന് നേരെ വിരുദ്ധമായി പ്രവർത്തിച്ച സവർണരുടെ നീണ്ട നിര നമുക്ക് ചരിത്രത്തിൽ കാണാം. അത്തരത്തിൽ ഇവിടുത്തെ മനുഷ്യർ മനുഷ്യാവകാശം ചോദിക്കുന്നതിനെ തുരങ്കം വെച്ച ആളുകളെക്കുറിച്ചല്ല നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. മറിച്ച് ഈ മനുഷ്യരുടെ സാർവത്രികമായ സാഹോദര്യത്തെ കുറിച്ച് പറഞ്ഞവർ, മനുഷ്യരുടെ സ്നേഹത്തെപ്പറ്റി പറഞ്ഞവർ, മനുഷ്യരുടെ പാരസ്പര്യത്തെപ്പറ്റി പറഞ്ഞവർ. നിങ്ങൾ ഏത് ജാതിയിലോ ഏത് മതത്തിലോ ഏത് സമുദായത്തിലോ ജനിച്ചവരാകട്ടെ, നിങ്ങൾക്ക് പരസ്പരം വിവാഹവും പന്തിഭോജനവും ആകാമെന്ന് പഠിപ്പിച്ചവർ. അങ്ങനെയുള്ള മനുഷ്യരെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കുന്നത്. ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു മണ്ഡപം എന്തുകൊണ്ട് ഈ മരടിൽ വേണമെന്ന് ചോദിച്ചാൽ, ശ്രീനാരായണ ഗുരുവിൻ്റെ മന്ദിരങ്ങളും മണ്ഡപങ്ങളും ഒന്നും സമൂഹത്തിൽ നിലനിൽക്കുന്നത് ഏതെങ്കിലും ഒരു ഐത്താചാരത്തിൻ്റെ പ്രേതരൂപങ്ങളെന്ന നിലയ്ക്കല്ല, മറിച്ച് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് എഴുതി വയ്ക്കുന്ന കേന്ദ്രങ്ങളായിട്ടാണ്.
നമ്മളത് ഓർക്കണം. നിങ്ങൾ ആലപ്പുഴയിലൂടെ ഒന്ന് സഞ്ചരിക്കുക. ആലപ്പുഴയുടെ ഓരോ ഗ്രാമങ്ങളിലും ഗ്രാമാന്തരങ്ങളിൽ നിങ്ങൾ സഞ്ചരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെയെല്ലാം മുട്ടിന് ഗുരുമന്ദിരങ്ങൾ കാണാം. ഓരോ ഗുരുമന്ദിരത്തിൻ്റെയും മുകളിൽ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നു, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. അതല്ലെങ്കിൽ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. ഇപ്പോൾ പുതിയ ചില സ്വാമിമാരുടെ പ്രബോധനങ്ങൾ കേട്ട് ആളുകൾ ഗുരുമന്ദിരങ്ങൾ പണിയുന്ന സമയത്ത് ഈ 2 വാക്കും എഴുതി വയ്ക്കില്ല. പകരം ശ്രീനാരായണ പരമഗുരവേ നമ എന്ന് മാത്രം എഴുതി വയ്ക്കും. ശ്രീനാരായണ പരമഗുരവേ നമ നിങ്ങൾ എഴുതി വെച്ചോ, കുഴപ്പമില്ല. എന്തിനാണ് മുമ്പ് കാലങ്ങളായി ഇവിടെ എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങൾ മാറ്റുന്നത്? വൈക്കം സത്യാഗ്രഹത്തിലേക്ക് സവർണ ജാഥ പുറപ്പെട്ട് അത് ശിവഗിരിയിൽ എത്തുന്നത് വരെ അവർ വെള്ള വസ്ത്രം ധരിച്ചാണ് അവർ വന്നിരുന്നത്. ശിവഗിരിയിൽ എത്തുന്നതിന് തൊട്ട് മുമ്പായി ആ ജാഥയിലെ സമരഭടന്മാരെല്ലാം അവരുടെ വസ്ത്രം മാറ്റുകയും അവർ മഞ്ഞളിൽ മുക്കിയ മഞ്ഞ വസ്ത്രം ഉടുക്കുകയും മഞ്ഞ വസ്ത്രധാരികളായിട്ടാണ് അവർ ശിവഗിരിയിൽ എത്തുന്നതെന്നൊരു ചരിത്രമാണ്. ശ്രീനാരായണ ഗുരു ജീവിച്ചിരിക്കുന്ന സമയത്തെ ചരിത്രമാണിത്. ഇപ്പോൾ ചില സന്യാസിമാർ തന്നെ നേരിട്ടിറങ്ങി പറയുകയാണ് ശ്രീനാരായണ ഗുരുവിനെ മഞ്ഞ ഉടുപ്പിക്കരുത്. എന്താ കാരണം? ശ്രീനാരായണ ഗുരുദേവൻ ജീവിച്ചിരുന്ന സമയത്തൊന്നും മഞ്ഞ ഉടുത്തതിന് തെളിവില്ല എന്നാണ് ഇപ്പോൾ അവരുടെ പ്രബോധനം. നിങ്ങൾ ശ്രീനാരായണ ഗുരുദേവൻ എന്ന സിനിമ കണ്ടിട്ടുണ്ടോ? പ്രേം നസീർ അവസാനം അഭിനയിച്ച സിനിമയാണ്. ആ സിനിമയിൽ ശിവഗിരി ആശ്രമം കാണിക്കുന്നുണ്ട്, ശിവഗിരിയിലെ മഹാസമാധി മന്ദിരം കാണിക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് കയറി പ്രേം നസീർ അർച്ചന ചെയ്യുന്ന ദൃശ്യവും നമുക്ക് കാണാം. അന്ന് ഈ പ്രതിമയിലുള്ളത് ഒരു മഞ്ഞ പട്ടുടുത്ത ശ്രീനാരായണ ഗുരുവാണ്. ഇപ്പോൾ ശിവഗിരിയിലില്ല. എന്തുകൊണ്ടില്ലാതായി? ഇതെല്ലാം നിഷ്കളങ്കമായി സംഭവിക്കുന്നത്. ഇതൊരു ഗ്രാൻഡ് ഡിസൈനിൻ്റെ ഭാഗമാണ്. ശ്രീനാരായണ ഗുരുവിനെ കേവലം ഒരു ഹിന്ദു സന്യാസിയാക്കി മാറ്റുക എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ ലക്ഷ്യം. നിങ്ങൾ ഓർക്കണം, ഇപ്പോൾ അവിടെ ഇല്ല. അപ്പോൾ ഈ പറഞ്ഞ സ്വാമി ഇപ്പോൾ ഇത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സ്വാമി മഞ്ഞ ഗുരുവിൻ്റെ ചിത്രം മാറ്റണം, എന്നിട്ട് അവിടെ കാവ്യോ വെള്ളയോ വെക്കണം. കാവ്യോ വെള്ളം വെച്ചോ, മഞ്ഞ വെക്കേണ്ടതെന്ന് പറയുന്നു. ഗുരു ജീവിതത്തിൽ ഒരിക്കലും മഞ്ഞ കൊടുത്തിട്ടില്ല എന്ന് പറയുന്നത്. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ റെഫറൻസ് ഉണ്ട്. ഗുരു എടുത്തൊന്നുമല്ല, ഗുരുവിനെ കാണാൻ ചെല്ലുന്ന ആളുകൾ കൊടുത്തിട്ടുണ്ട്. ഈ സന്യാസിമാരെല്ലാവരും ചൂണ്ടുവലകൾ പോലെയാണ് പലപ്പോഴും. അവരൊരിക്കലും അവർ പറയുന്ന ലക്ഷ്യത്തിലേക്ക് സഞ്ചരിക്കില്ല, നമ്മൾ സഞ്ചരിച്ചോളണം പലക നോക്കി. ഇതാണ് ഇവരുടെ രീതി. ഇതുപോലത്തെ ഒരു ഗുരു ആയിരുന്നില്ല ശ്രീനാരായണ ഗുരു എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ മഞ്ഞയോടുള്ളവരുടെ എതിർപ്പ് എവിടെ നിന്നുണ്ടായി എന്ന് ചോദിച്ചാൽ, ഈ മഞ്ഞ ഉടുക്കരുത് ഇപ്പോൾ പറയുന്ന പ്രധാനപ്പെട്ട സ്വാമി എഴുതിയ 10 പുസ്തകങ്ങളെങ്കിലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എല്ലാത്തിൻ്റെയും മുഖച്ചിത്രം 2014 മുമ്പ് വരെ മഞ്ഞ വസ്ത്രം ധരിച്ച ശ്രീനാരായണ ഗുരുവായിരുന്നു. പുള്ളിക്ക് തോന്നിയിട്ടില്ല. അദ്ദേഹം സന്യാസം സ്വീകരിച്ചപ്പോൾ തോന്നിയിട്ടില്ല, അദ്ദേഹത്തിൻ്റെ യൗവനത്തിൽ തോന്നിയിട്ടില്ല, നാട് മുഴുവൻ ധ്യാനം നടത്തുന്ന സമയത്ത് തോന്നിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ പുള്ളിക്കാരൻ തോന്നുകയാണ് 2014 കഴിഞ്ഞപ്പോൾ മഞ്ഞ വേണ്ട. ശിവഗിരിയിലെ ലെറ്റർ ഹെഡ് പോലും ഇപ്പോൾ കാവ്യമാണ്, മഞ്ഞില്ല. കാരണം എന്താ? ഞാനൊരു സന്യാസിയോട് പറഞ്ഞു, അതെ നമ്മൾ ഈ നോർത്ത് ഇന്ത്യയിലെ ആശ്രമങ്ങളിലൊക്കെ പോകുമ്പോൾ കാവ്യ ലെറ്റർ ഹെഡ് കൊടുത്താൽ അവിടെ താമസ സൗകര്യം കിട്ടുള്ളൂ. ഇതാണ് ഇവരുടെ ഐഡൻറ്റിറ്റിയാണ് കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും അവസാനം കഴിഞ്ഞ ശിവഗിരി തീർത്ഥാടനത്തിന് ഞാൻ പോയ സമയത്ത് ചില ആളുകളുടെ നിലവിളി, പഴയ പോലെ മഞ്ഞ വസ്ത്രമെടുത്ത ആളുകളൊന്നും വരുന്നില്ല തീർത്ഥാടനത്തിന്. ഞാൻ ചോദിച്ചു, നിങ്ങളല്ലേ നാട് മുഴുവൻ പോയി പ്രസംഗിക്കുന്നത്? മഞ്ഞ ശ്രീനാരായണ ഗുരുവിനെ ഉടുപ്പിക്കരുത്. ഗുരുവിനെ ഉടുപ്പിക്കാത്ത വസ്ത്രം പിന്നെ ഇവരുടുക്കും നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമോ? പറ്റില്ല. നിങ്ങൾ മഞ്ഞയോ വെള്ളയോ ധരിക്കുക, അതെൻ്റെ വിഷയമല്ല. ഞാൻ പറയുന്ന കാര്യം, ഗുരു മഞ്ഞ ഉടുത്തിട്ടില്ല എന്ന് ചരിത്രപരമായി വാദിക്കുന്ന ആളുകൾ ആ സന്യാസിമാർ തന്നെയാണ് എൻ്റെ നാട്ടിലൊക്കെയുള്ള ശ്രീനാരായണ ഗുരുവിനെ പ്രതിഷ്ഠിച്ച അവരുടെ ആശ്രമങ്ങളിൽ വർഷത്തിലൊരിക്കൽ കരിക്ക് വെട്ടി ഗുരുവിൻ്റെ തലയിലൂടെ അഭിഷേകം നടത്തുന്നത്. ഗുരു കരിക്കുമടത്തിലാണോ കുളിച്ചിരുന്നത്? ഇവർ മറുപടി വരണ്ടേ? അപ്പോൾ ചരിത്രമില്ല, അപ്പോൾ ഭക്തി. അപ്പോൾ ഇവിടെ ഈ വസ്ത്രം മാറ്റാൻ മാത്രം എന്താ ഇവർക്ക് അത്ര നിർബന്ധം? ഇത് മനഃപൂർവ്വമായി ഒരു പ്രത്യേക മതത്തിൻ്റെ പ്രത്യയശാസ്ത്രത്തിലേക്ക് ഗുരുവിനെ വലിച്ചഴിക്കാനുള്ള ശ്രമമാണ്. കഴിഞ്ഞ തവണ ശിവഗിരിയിൽ പോയപ്പോൾ അതിനേക്കാളും കഥയാണ് കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ സംസാരിച്ചപ്പോൾ മാരുടെ ശാഖയിൽ എനിക്ക് തോന്നിയ ഒരു വലിയ വ്യത്യാസം എന്ന് പറയുന്നത്, വളരെ വിദ്യാഭ്യാസമുള്ള ഒരു യുവതലമുറയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഒരാളെ പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹം MG യൂണിവേഴ്സിറ്റിയിൽ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വളരെ ഈ പറയുന്ന പുതിയ തലമുറയിലെ കുട്ടികളെല്ലാവരും വളരെ ഉയർന്ന വിദ്യാഭ്യാസത്തിൽ നിൽക്കുന്ന ആളുകളായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട്. പക്ഷെ ഞാൻ പറയുന്ന കാര്യം, ശിവഗിരിയിൽ ഞാൻ കഴിഞ്ഞ തവണ ചെന്നപ്പോഴുണ്ട്, അവിടെ ശാരദാ മന്ദിരത്തിന് മുമ്പിൽ പേന വെച്ചിരിക്കുന്നു, പൂജിച്ച പേന 50 രൂപ. എന്നിട്ട് ഫേസ്ബുക്ക് പോസ്റ്റിലൊരു പോസ്റ്റും. എന്താ പോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശിവഗിരിയിലെ പൂജയ്ക്ക് പേന പൂജിച്ച് വാങ്ങിക്കാൻ കുട്ടികളുടെ തിരക്ക്, ഈ പേന കൊണ്ട് പരീക്ഷ എഴുതിയ കുട്ടികളൊക്കെ ജയിക്കത്രേ. ഗുരുവിനെ മുൻനിർത്തി മാതിരി അന്ധവിശ്വാസം പ്രചരിപ്പിക്കരുത്. കാരണം ഒരിക്കലും ഒരു വെളിച്ചപ്പാട് തുള്ളി ഗുരുവിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു, പരീക്ഷ കാണണോ? അതായത് അദ്ദേഹം ഒരു ദേവിയാണല്ലോ, ദേവിയുടെ പരീക്ഷ കാണണമെന്നോ ചോദ്യം. വെളിച്ചപ്പാടൊരു വൃദ്ധനാണ്. ഗുരു ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആ വേണം. എന്താണ് കാണേണ്ടത്? അപ്പോൾ ഗുരു പറഞ്ഞു, ആ വായിൽ പല്ലൊന്ന് കിളിർത്ത് കണ്ടാൽ കൊള്ളാം.
ഇതാണ് ഗുരു. ആ വായിൽ പല്ലൊന്ന് കിളിർത്ത് കണ്ടാൽ കൊള്ളാം എന്ന് പറഞ്ഞ ഗുരു. ഒരു നാട്ടിൽ ചെന്ന സമയത്ത് അവിടെ മുഴുവൻ ആളുകളും പല പല അസുഖങ്ങൾ രോഗബാധകളുമായി വന്ന സമയത്ത് ഇവിടെ ഒരു സ്കൂളില്ലേ എന്നാണ് ഗുരു ചോദിച്ചത്. ഇവിടുത്തെ വെള്ളം നല്ലതല്ലേ എന്നാണ് ഗുരു ചോദിച്ചത്. മാത്രമല്ല, ഗുരുവിൻ്റെ അടുത്തേക്ക് ആളുകൾ ഇത്തരത്തിൽ സങ്കടവുമായി ചെല്ലുന്ന സമയത്ത് ഒരു ചാത്തനിതാ എന്നെ എറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ ഒരാൾ ചെല്ലുകയാണ്. അപ്പോൾ ഗുരു പറഞ്ഞത്, ഈ ഗുരു എന്നോട് ചോദിക്കുന്നുണ്ട്, ഞാൻ എന്താണ് പറയേണ്ടത്? ചാത്തനോട് എറിയരുതെന്ന് പറയണം. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ചാത്തൻ കേൾക്കുമോ? കേൾക്കും. എങ്കിൽ ഞാനൊരു കത്ത് തരാം. ശരി. അപ്പോൾ ഗുരു, പ്രിയപ്പെട്ട ചാത്തന് ഇതുമായി വരുന്ന ആളെ ഇനി ഉപദ്രവിക്കരുത് എന്ന് കത്ത് കൊടുത്ത ഗുരുവാണ് ഗുരു. ആ ഗുരുവിൻ്റെ പേരിലാണ് നമ്മൾ പുതിയ തലമുറ. ഞാനൊരു അധ്യാപകനാണ്. ഞാൻ കുട്ടികളോട് എന്താ പറയണ്ടേ? നിങ്ങൾ ശിവഗിരി പോയി 50 രൂപയുടെ പേന വാങ്ങിച്ചാൽ മതി. അപ്പോൾ ചോദിച്ചപ്പോൾ പറയുന്ന കാര്യം, ഇത് വളരെ നിസ്സാര രൂപ, 5 രൂപ താഴെയുള്ള പേനയാണെന്ന് തോന്നുന്നു, അതാണ് 50 രൂപയ്ക്ക് വിൽക്കുന്നത്. മഠത്തിന് വലിയ വരുമാനമുള്ള കാര്യമാണ് എന്ന് കരുതി ഗുരുവിനെ മുൻനിർത്തി ഇത്തരത്തിൽ അന്ധവിശ്വാസം പ്രചരിപ്പിക്കേണ്ട കാര്യമുണ്ടോ? പാവപ്പെട്ട ഈ നാട്ടിലെ ഏറ്റവും താഴെയുള്ള സുരക്ഷിതമല്ലാത്ത സ്കിൽഡ് അല്ലാത്ത ലേബറൊക്കെ ചെയ്ത് ജീവിക്കുന്ന അസംഘടിത തൊഴിലാളികളായ ഈഴവ സ്ത്രീകളെയല്ലേ ഒരു കാലത്ത് ഇവിടുത്തെ ഗുരുമന്ദിരങ്ങളിലെ പ്രതിമയ്ക്ക് എന്താണ് താടി വളർന്നു, മുടി വളർന്നു, ഗുരുവിൻ്റെ മുമ്പിൽ കത്തിച്ച് വെച്ച വിളക്ക് കെട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ജീപ്പിൽ ആളെ കൊണ്ടുപോയ കഥയില്ലേ? ഇത്തരത്തിൽ ഈ സമുദായത്തിന് നാടുകാരുടെ മുമ്പ് പരിഹാസിയാക്കാൻ പറ്റുമോ? ഞാൻ പറയുന്ന കാര്യം, നിങ്ങൾക്ക് ഇവിടുത്തെ സവർണതയോട് ഏറ്റുമുട്ടാനുള്ള ധാർമ്മികമായ ബലം ലഭിക്കണമെങ്കിൽ നിങ്ങൾ ശാസ്ത്രീയമായൊരു ചിന്താഗതിയിലും ആധുനികമായൊരു ജീവിത വീക്ഷണത്തിൽ നിൽക്കുന്ന ആളുകളായിരിക്കണം. എന്തുകൊണ്ട് ശ്രീനാരായണീയർക്ക്, ഇവിടുത്തെ അയ്യങ്കാളി പ്രസ്ഥാനത്തിന്, ഇവിടുത്തെ ദളിത് പ്രസ്ഥാനങ്ങൾക്ക് എല്ലാം ഒരു കാലത്ത്, ഇവിടുത്തെ തൊഴിലാളികളുടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനൊക്കെ ഇവിടുത്തെ ഈ പറയുന്ന സവർണതയുടെ കോട്ടകളെ ഇടിച്ചു തകർക്കാൻ സാധിച്ചു എന്ന് ചോദിച്ചാൽ അതിന് നേതൃത്വം നൽകിയ ആളുകൾ, മുമ്പിൽ നിന്ന ആളുകൾ, അതിൽ പ്രവർത്തിച്ച ആളുകൾ എല്ലാവരും തന്നെ ശാസ്ത്രീയമായ ആധുനികമായ ഒരു മനോവൃത്തിയിൽ നിലനിന്നവരായിരുന്നു. അതുകൊണ്ടാണ് സാധിച്ചത്. അതിന് പകരം ഇത്തരത്തിൽ അന്ധവിശ്വാസങ്ങളുടെ, അനാചാരങ്ങളുടെ, പുതിയ ആചാരങ്ങളുടെ, പുതിയ അന്ധവിശ്വാസങ്ങളുടെ, പുതിയ ചൂഷണങ്ങളുടെ എല്ലാം പിന്നാലെ പോയി കഴുത്ത് വെച്ച് കൊടുക്കാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ നിങ്ങൾ യുദ്ധം ജയിക്കാൻ പോകുന്നില്ല, ഒരു കാലത്തും ജയിക്കില്ല. കാരണം അപ്പുറത്ത് നിൽക്കുന്നത് ദൈവത്തെ വിൽപ്പന ചരക്കാക്കിയ ആളുകളാണ്. അവർക്ക് ദൈവത്തിൻ്റെ പരിമിതിയും ശേഷിയും അറിയാം. അവരെ സംബന്ധിച്ചിടത്തോളം ദൈവം ഒരു ടൂളാണ്. അവരുടെ ലക്ഷ്യം എല്ലാ കാലത്തും അവരുടെ ലക്ഷ്യം ഈ ഭൂമിയാണ്, ഈ ഭൂമിക്കകത്തുള്ള മണ്ണാണ്, ഇവിടുത്തെ മരങ്ങളാണ്, ഇവിടുത്തെ സ്വർണമാണ്, ഇവിടുത്തെ രത്നങ്ങളാണ്. ഈ ഭൂമിക്കകത്തെ എല്ലാ തരത്തിലുള്ള വിശിഷ്ട ഭോജ്യങ്ങളും സമ്പത്തുകളും വിഭവാധികാരങ്ങളും ഞങ്ങൾക്ക് സ്വന്തമായി വയ്ക്കണം. അതിനുള്ള ഒരു ഉപാധിയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ദൈവം. ആ ദൈവാധികാരത്തെ വെച്ചാണ് നിങ്ങളെ ഒരു അന്ധവിശ്വാസത്തിൻ്റെ, അനാചാരങ്ങളുടെ പടുകുഴിയിൽ തള്ളിയിട്ട് അവർ നിങ്ങളെ മയക്കി കിടത്തി ഈ ഭൂമി മുഴുവൻ ഭരിച്ചത്. ഇപ്പോൾ പുതിയ ഗുരുക്കന്മാർ, ഒരു പേരിന് മുമ്പിൽ ഒരു ശ്രീയുള്ള ഗുരുവാണ് ശ്രീനാരായണ ഗുരുവെങ്കിൽ ഒരു പേരിന് മുമ്പിൽ 2 ശ്രീയുള്ള ഗുരുവാണ് ഞങ്ങളുടെ ഗുരു എന്ന് പറയുന്ന തരത്തിൽ ഇപ്പോൾ പുതിയ ഗുരുക്കന്മാരെ കൊണ്ട് നടക്കുകയാണ് ഈ സമുദായത്തിലെ പല ആളുകളും. അല്ലേ? ഡബിൾ ശ്രീ ഗുരുമാരാണ് നമ്മുടെ ഗുരു. ഇത്രയും കാലം ഈ നാട്ടിൽ മനുഷ്യന് സൗജന്യമായി കിട്ടിയിരുന്ന ഏക സാധനമാണ് ഈ ശ്വാസം. വായുവിന് കാശ് കൊടുക്കണ്ട. ഈ മൂക്കിലൂടെ വലിച്ചാലും ആ മൂക്കിലൂടെ പുറത്തു വിട്ടാലും ഇതിന് കാശ് വേണ്ടായിരുന്നു. ഇപ്പോൾ ആ വായുവിന് പോലും പാറ്റിൻ്റെ അടുത്ത് പൈസയ്ക്ക് വിൽക്കുന്ന ഗുരുക്കന്മാരെ നിങ്ങൾ കൊണ്ടു നടന്നാൽ, പുതിയ അമ്മമാരെ നിങ്ങളുടെ പൂജാമുറിയിലേക്ക് കൊണ്ടുവന്നാൽ നിങ്ങൾക്കൊരു മുത്തം കിട്ടുമായിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് ആധുനികതയുടെ, ശാസ്ത്രീയതയുടെ, ഈ പറഞ്ഞ മാനവികതയുടെ എല്ലാം മൂല്യബോധവുമായി 100 വർഷം കൊണ്ട് നാം വളർത്തിയെടുത്ത ഒരു ആധുനിക നവോത്ഥാന കേരളത്തിൻ്റെ മൂല്യബോധമായിരിക്കും എന്ന് നിങ്ങൾ ഓർത്തുവെക്കേണ്ടതുണ്ട്. ഡോക്ടർ പൽപ്പുവിനെ പോലെ, കുമാരനാശാനെ പോലെ, ടി കെ മാധവനെ പോലെ, അയ്യപ്പനെ പോലെ, അതുപോലെ അന്ന് ദളിതരുടെയും ഇവിടുത്തെ പിന്നോക്കക്കാരുടെയും എല്ലാം അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതിയ ആയിരക്കണക്കിന് മനുഷ്യരെ പോലുള്ള ആളുകൾ പൊരുതി നേടിയ സ്വാതന്ത്ര്യത്തെയാണ് നമ്മളിപ്പോൾ പണയം വയ്ക്കുന്നത്. ഗുരുവും ഗാന്ധിയും തമ്മിൽ സത്യാഗ്രഹത്തിൻ്റെ സമയത്ത് കണ്ടുമുട്ടി. ഗുരുവിൻ്റെ ആശ്രമത്തിൽ, അന്ന് ഗാന്ധിയും ഗുരുവും തമ്മിൽ കണ്ടുമുട്ടിയത് ഗോവിന്ദദാസിൻ്റെ ഈ ഗാന്ധി ആശ്രമത്തിൽ വെച്ചാണ് എന്ന് ഇവിടെ ആമുഖ പ്രസംഗം നടത്തിയ ആൾ പറഞ്ഞു. ഗാന്ധി അന്ന് വിശ്രമിച്ചത് എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ശ്രീനാരായണ ഗുരു വിശ്രമത്തിന് ഉപയോഗിക്കുന്ന ഗുരു സമാധിയായ ഗുരുവിൻ്റെ, നമ്മളുടെ ശിവഗിരിയിൽ നിങ്ങൾ കയറി ചെല്ലുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം ആ വീട് നമ്മളിപ്പോഴും സംരക്ഷിക്കുന്നുണ്ട്. അവിടെയാണ് ഗാന്ധി വിശ്രമിക്കുന്നത്. ശ്രീനാരായണ ഗുരു വിശ്രമിക്കുന്ന സ്ഥലത്താണ് ഗാന്ധിക്ക് വിശ്രമിക്കാൻ സ്ഥലം ഒരുക്കുന്നതെന്ന് ഓർക്കണം.
ഗാന്ധിക്ക് ശ്രീനാരായണ ഗുരുവിൻ്റെ കിടക്കുന്ന കട്ടിലിൻ്റെ അടുക്കൽ വരെ കയറി ചെല്ലാൻ പറ്റും, ആ കട്ടിലിരിക്കാൻ പറ്റുമെന്ന് ചുരുക്കം. അതേസമയം കടൽ കടന്നുപോയ ഗാന്ധി ഇവിടെ കന്യാകുമാരിയിൽ എത്തിയ സമയത്ത്, കന്യാകുമാരി ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ സമയത്ത് ഗാന്ധിയെ തടഞ്ഞു നിർത്തി ബ്രാഹ്മണർ. കടക്കാൻ പറ്റില്ല, കാരണം ഗാന്ധി ഭ്രഷ്ടനാണ്, കടൽ കടന്നുപോയി. ഇതാണ് കുറ്റം. ഈ കടൽ കടന്നു പോയാൽ ഭ്രഷ്ടരാകുമെന്ന് വിശ്വസിക്കുന്ന ബ്രാഹ്മണരുടെ മക്കളെ നിങ്ങൾക്കിപ്പോൾ കാണണമെങ്കിൽ കാനഡയിൽ പോകണം, അമേരിക്കയിൽ പോകണം, ആസ്ട്രേലിയയിൽ പോകണം. ഇതാണ് സ്ഥിതി. ഇവർക്ക് ഈ കടൽ കടക്കാനുള്ള സ്വാതന്ത്ര്യം നേടിക്കൊടുത്തത് നമ്മളെപ്പോലുള്ളവരാണ്. അത് മനസ്സിലാക്കണം. വട്ടമേശ സമ്മേളനത്തിന് ക്ഷണിച്ച സമയത്ത് ഞാൻ പോകില്ല എന്നാണ് അന്നത്തെ ദിവാൻ പറയുന്നത്. കാരണം പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ ഭ്രഷ്ടനാണെന്ന് പറഞ്ഞ് കസേര തന്നെ പോയിട്ടുണ്ടായിരിക്കും എന്നുള്ളതുകൊണ്ട് പേടിച്ചു പോകാതിരുന്നതാണ്. ഇതൊക്കെ ചരിത്രമാണ്. അപ്പോൾ കടൽ കടന്ന ഗാന്ധി കന്യാകുമാരി ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റാതായിരുന്നപ്പോൾ ആചാരത്തിന് സാഷ്ടാംഗം പ്രണമിച്ച് തിരിച്ചു പോരാണ് ചെയ്തത്. ആ സമയത്ത് സഹോദരൻ അയ്യപ്പനോട് കഥ എഴുതി. അതായത് ഈ ബ്രിട്ടീഷ് സാമ്രാജ്യമാകുന്ന ആംഗലസിംഹം, അതായത് ഒരു ഗർജന മാത്രം കൊണ്ട് ഈ ഭൂമിയെ മൊത്തം വിറപ്പിക്കുന്ന, സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യമാകുന്ന ആംഗലസിംഹത്തെ, ഇംഗ്ലീഷ് സിംഹത്തിനെ അതിൻ്റെ കുഞ്ചിരോമത്തിൽ പിടിച്ച് കുലുക്കിയ ആളാണ് മഹാത്മാഗാന്ധി. പക്ഷെ ആ ഗാന്ധി ഇവിടെ ബ്രാഹ്മണരുടെ മുമ്പിൽ നായിലും നാണം കെട്ട് വാലാട്ടിക്കിടക്കുന്നു എന്ന് സഹോദരൻ അന്ന് കവിതയിൽ എഴുതി. കവിതയുടെ പേര് ഗാന്ധി സന്ദേശം. നിങ്ങളൊന്ന് വായിക്കണം. അപ്പോൾ ബ്രിട്ടീഷുകാരെ വിറപ്പിക്കാൻ ഗാന്ധിക്ക് സാധിക്കും, പക്ഷേ ബ്രാഹ്മണരെ പേടിയാണ്. വൈക്കം സത്യാഗ്രഹം നടക്കുന്ന സമയത്ത് ഈ അയിത്തം എന്ന് പറയുന്ന ആചാരം എന്തുകൊണ്ട് ഇല്ലാതാക്കണമെന്ന് ഗാന്ധി കാണ്ഡമായി എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ത്യയിൽ അന്നത്തെ 500 മഠങ്ങളിലെ സന്യാസിമാർ യോഗം ചേർന്ന് ഗാന്ധിയോട് പറഞ്ഞു, ഗാന്ധി രാഷ്ട്രീയത്തിൻ്റെ കാര്യം നോക്കിയാൽ മതി, മതത്തിൻ്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. അങ്ങനെയാണ് ഗാന്ധി പതുക്കെ യൂട്ടേൺ അടിക്കാൻ തുടങ്ങിയത്. ഇതും ചരിത്രമാണ്. ഇവിടെ വന്നിട്ട് ഗാന്ധി ഇണ്ടന്തുരുത്തി മനയിൽ പോയി. ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ വിശ്രമസ്ഥാനം വരെ കയറി ചെല്ലാൻ സ്വാതന്ത്ര്യമുള്ള ഗാന്ധി. ഏതൊരു മനുഷ്യനെയും പോലെ ഗാന്ധിക്ക് സ്വാതന്ത്ര്യമുണ്ട്. അത്രയാണ് ഞാൻ പറയുന്നത്. മറ്റെല്ലാ ശിഷ്യന്മാർക്കും ചെല്ലായിരുന്നു, മറ്റെല്ലാ അനുയായികൾക്കും ചെല്ലായിരുന്നു, ഏത് മനുഷ്യനും ചെല്ലായിരുന്നു ഗുരുവിൻ്റെ അടുത്ത്. ആ ഗാന്ധി ഇവിടെ ഇണ്ടന്തുരുത്തി മനയിലെത്തിയ സമയത്ത് ഇണ്ടന്തുരുത്തി മനയിൽ നിന്ന് ഗാന്ധി വരുന്നു. ഇണ്ടന്തുരുത്തി മനയുടെ മുമ്പിൽ പുതിയൊരു പൂമുഖം ഉണ്ടാക്കി അതിലാണ് ഗാന്ധി കയറി, ഉള്ളി കയറ്റിയില്ല. പക്ഷെ നിങ്ങളൊന്ന് ഓർക്കണം, ഗാന്ധിക്ക് പോലും ഇണ്ടന്തുരുത്തി മനയിൽ അയിത്തമായിരുന്നുവെങ്കിൽ ആ ഇണ്ടന്തുരുത്തി മന ഇന്ന് AITUCയുടെ ചെത്തുതൊഴിലാളി യൂണിയൻ ഓഫീസാണ്. AITUCയുടെ ചെത്തുതൊഴിലാളി യൂണിയൻ ഓഫീസാണ്. നിങ്ങളൊന്ന് പോയി നോക്കണം. അതിൽ ബ്രാഹ്മണർക്ക് മാത്രം ഒരിക്കൽ പ്രവേശനമുണ്ടായിരുന്ന ഗാന്ധിക്ക് പോലും അയിത്തമുള്ള ആ മനയ്ക്കകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുടെ ശവകുടീരം, സ്മൃതി കുടീരമാണ് ഇന്നുള്ളത്. അവിടെ ഓഫീസായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ ഇന്നും നിങ്ങൾക്ക് പോയാൽ കാണാം. ആ ഇണ്ടന്തുരുത്തി മനയുടെ ഗതി അതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഇവിടെ മനുഷ്യർ കൈത്തം കൽപ്പിച്ച് നിർത്തിയിരുന്ന മനകൾ ഇന്ന് ചെത്തുതൊഴിലാളികളുടെ ഓഫീസാണ്. മനുഷ്യർ കൈത്തം കൽപ്പിച്ച് നിർത്തിയിരുന്ന പല ക്ഷേത്രങ്ങളും ഇന്ന് മ്യൂസിയത്തിൻ്റെ അവസ്ഥയിലാണ്. പക്ഷേ അവിടെയെല്ലാം ബ്രാഹ്മണർ ഇന്ന് അവരുടെ ആധിപത്യം തിരിച്ചു പിടിക്കാനുള്ള ശ്രമമാണ്. ഇപ്പോൾ ഇവിടെ ഉത്സവത്തിൻ്റെ കാര്യം പറഞ്ഞു, ഇവിടെ കേസ് നടത്തിയ കാര്യം പറഞ്ഞു. 40 ലക്ഷത്തോളം രൂപ അവർക്ക് കേസിന് ചിലവായി എന്ന് പറയുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഈ 40 ലക്ഷം എവിടെ നിന്ന് അവർക്ക് കിട്ടി? ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് പറയാൻ പറ്റും എൻ്റെ പൈസ അതിലില്ല എന്ന് പറയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. 1-2 പേര് കാണും. നിങ്ങളവിടെ നടത്തിയ വെടിവഴിപാട്, നിങ്ങളവിടെ നടത്തിയ പുഷ്പാഞ്ജലി, നിങ്ങളവിടെ നടത്തിയ ശത്രു സംഹാര പൂജ, ഇതൊക്കെയാണ് നിങ്ങൾക്കെതിരെ കേസ് നടത്തിയ 40 ലക്ഷമെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ധാരണയുണ്ടോ? ഞാനിത് വെറുതെ ചോദിക്കുന്നില്ല. ഈ കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ഈ അനുരാഗിൻ്റെ കഴക നിയമനം ഇതിനു മുമ്പ് നടക്കുമായിരുന്നു. അതിൽ നിന്ന് ദേവസ്വം ബോർഡ് ഒരു സുപ്രഭാതത്തിൽ ഒരു ചെറിയ സ്റ്റെപ്പ് പിന്നോട്ട് വെച്ചു. അവരവരുടെ പ്രവർത്തനം ഒന്ന് വൈകിപ്പിച്ചു. എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ, ബാലു എന്ന് പറയുന്ന യുവാവ് രാജിവെച്ചത് ഒരു 2-ാം തീയതിയാണ്. അദ്ദേഹം 3-ാം തീയതി തന്നെ അവിടെ അവർ കമ്മിറ്റി കൂടി ബാലുവിൻ്റെ രാജി അംഗീകരിച്ചു. 8-ാം തീയതി തന്നെ ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് പുതിയ കഴകക്കാരനായ അനുരാഗിന് അഡ്വൈസ് മെമ്മോ അയച്ചു. പക്ഷേ 10 മുതൽ 18 വരെ ഉത്സവമായതുകൊണ്ട് അതിനെ സംബന്ധിച്ചൊരു യോഗം ചേർന്ന സമയത്ത് സവർണരായിട്ടുള്ള ആളുകൾ വളരെയധികം ധാർഷ്ട്യത്തോടെ അവർ ദേവസ്വത്തെ അറിയിച്ചു, ഇവിടെ നിങ്ങൾ ഈഴവനെ കയറ്റി കഴകക്കാരനാക്കിയാൽ ഞങ്ങൾ ഈ ഉത്സവത്തിന് തരുന്ന സ്പോൺസർഷിപ്പ് എല്ലാം പിൻവലിച്ച് കളയുമെന്ന് അവർ ഭീഷണിപ്പെടുത്തിയെന്നാണ് ഞാൻ അറിഞ്ഞത്. ഇത് സ്ഥിരീകരിക്കപ്പെട്ട വിവരമല്ല, ഞാൻ അറിഞ്ഞ വിവരമാണ്. പക്ഷേ അറിഞ്ഞ എന്ന് പറഞ്ഞാൽ അതുള്ളത് തന്നെയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ദേവസ്വം കണക്കെടുത്ത് നോക്കിയപ്പോൾ അവർ കുറേ പൈസ കൊടുക്കുന്നുണ്ട്, അതുകൊണ്ടതില്ല. ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ ഇരിഞ്ഞാലക്കുടയിൽ ഈ ഉത്സവം മുമ്പ് നടത്തിയിരുന്നത് കാട്ടിക്കുളം ഭരതൻ എന്ന് പറയുന്ന
അല്ലെങ്കിൽ അവിടെ ചന്ദ്രിക ഗ്രൂപ്പിലൊക്കെ പെട്ട ആളുകളുടെ സംഭാവനകളായിരുന്നു അതിന് വലിയൊരു പങ്ക് വഹിച്ചിരുന്നത്. ഇപ്പോൾ അതൊന്നും ചരിത്രത്തിലില്ല. നമ്മൾ ഈ നാണയ തുട്ടുകളായി കൊണ്ടിടുന്നതിനൊന്നും കണക്കില്ല. അവർ 10,000 ഒറ്റയടിക്ക് കൊടുക്കുന്നതിനാണ് കണക്കുള്ളത്. അത് വെച്ചാണ് ഈ പാവം 7 പയ്യനെ ഈ കഴിഞ്ഞ 5 മാസം പുറത്ത് നിർത്തിയെന്ന് നിങ്ങൾ ആലോചിക്കണം. അപ്പോൾ ഭക്തി കൊണ്ട് കൊടുക്കുന്നതാണ് വഴിപാടെന്നാണ് നിങ്ങൾ കരുതുന്നത്. പക്ഷേ അവർക്ക് ഇതൊരു ബാർഗെയിനിങ് ടൂളായിട്ട് ഉപയോഗിക്കുന്ന സന്ദർഭം ചരിത്രപരമായി അതിനോട് നിൽക്കുകയാണ്. പക്ഷേ ചരിത്രത്തിൽ ഇതിന് തിരിച്ചു ഉദാഹരണങ്ങളുണ്ട്. ഇവിടെ ഏഴുവരെ ക്ഷേത്രത്തിൽ കയറ്റില്ല എന്ന് പറഞ്ഞൊരു കാലത്ത് ക്ഷേത്രത്യാഗ സമരം നടത്തിയ സമയത്ത് ഒരു കേസ് വന്നു. ഒരു അടിച്ചു തലിക്കാരി ക്ഷേത്രത്തിൻ്റെ ഒരാളിനെതിരെ കേസ് കൊടുത്തു. എനിക്ക് ശമ്പളം തരുന്നില്ല, കഴകക്കാരിയെ കേസ് കൊടുത്തേ. അപ്പോൾ ഈ ഒരാളും പോയി കോടതിയിൽ പറഞ്ഞു എനിക്ക് കൊടുക്കാൻ വകയില്ല. കാരണം ഈ ക്ഷേത്രത്തിൽ വഴിപാട് തന്നിരുന്നത് മുഴുവൻ ഈഴവരും ഈ പറയരും പുലയരുമൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഈഴവരും പറയരും പുലയരുമൊന്നും അവരുടെ സമരം കാരണം 10 പൈസ അമ്പലത്തിൻ്റെ ഭണ്ഡാരത്തിൽ കൊണ്ടിടാത്തതുകൊണ്ട് പൈസ കൊടുക്കാനില്ല. നിങ്ങൾ അമ്പലത്തിൽ പോകുമ്പോൾ കാശിടും, അവർ പോകുമ്പോൾ പൂവ് മാത്രം പൊട്ടിച്ചു കൊണ്ടു കൊടുക്കും. അത് സ്വന്തം വീട്ടിൽ നിൽക്കുന്ന പൂവായിരിക്കില്ല, ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലെ പൂവായിരിക്കും കൊണ്ടു കൊടുക്കുക. അതാണ് യാഥാർത്ഥ്യമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമെന്നിരിക്കെ നിങ്ങൾ ഈ മാർഗം ചിലപ്പോൾ സ്വീകരിക്കേണ്ട വരും. അപ്പോൾ കാലം കഴിഞ്ഞു പോവുകയാണ്. ഇണ്ടംതുരുത്തി മനയിൽ ഗാന്ധി പോയി സംസാരിക്കുമ്പോൾ ഇണ്ടംതുരുത്തി നമ്പ്യാതിരി സത്യത്തിൽ ഒരു തെറ്റും പറയുന്നില്ല. അദ്ദേഹം പറയുന്നത് ഞങ്ങൾ ആചരിക്കുന്ന അയിത്തത്തിന് ഹിന്ദുക്കളുടെ ഗ്രന്ഥത്തിൽ പ്രമാണമുണ്ട് എന്നാണ്. ശങ്കരാചാര്യരുടെ ഗ്രന്ഥം വെച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഗാന്ധിക്ക് ഉത്തരം മുട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രമാണ ഗ്രന്ഥങ്ങളെ ആശ്രയിക്കാൻ പോയാൽ അത് ഭഗവത്ഗീതയാണെങ്കിലും അത് ശാങ്കരസ്മൃതിയാണെങ്കിലും അത് വേദങ്ങളാണെങ്കിലും അത് പുരാണങ്ങളാണെങ്കിലും അതിലെയെല്ലാം നിങ്ങൾ ആശ്രയിക്കാൻ പോയാൽ അതിൻ്റെ എല്ലാം ഉള്ളറകളിൽ ബ്രാഹ്മണരുടെ അധീശത്വവും ബ്രാഹ്മണരുടെ പുണ്യത്വവും ബ്രാഹ്മണരുടെ സർവോത്കൃഷ്ടത്വവും പറഞ്ഞ് സ്ഥാപിക്കുന്ന ധാരാളം വരികളുണ്ട്. സ്ത്രീകൾ ജന്മനാ അശുദ്ധകളാണെന്ന് പ്രഖ്യാപിക്കുന്ന, അവർണർ സഞ്ചരിക്കുന്ന ശ്മശാനങ്ങളെപ്പോലെ അശുദ്ധരാണെന്ന് പ്രഖ്യാപിക്കുന്ന ധാരാളം പ്രമാണങ്ങളുണ്ട്. ആ പ്രമാണത്തിൽ വിശ്വസിച്ചാണ് നിങ്ങൾ ഹിന്ദുമതത്തിൽ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അയിത്തം ആചരിച്ചുകൊണ്ട് 28 അടി പിന്നിൽ നിന്ന് ഈ ക്ഷേത്രത്തിൻ്റെ കവാടത്തിന് പുറത്തുനിന്ന് മാത്രം ആ ക്ഷേത്രത്തിലേക്ക് തൊഴാം. അഥവാ നിങ്ങൾ വിശ്വസിക്കുന്നത് ഈ പറയുന്ന പ്രമാണങ്ങളൊന്നും ശരിയല്ല എന്ന് പറയുന്ന, ഈ പ്രമാണങ്ങൾക്കെല്ലാം ഉപരി മനുഷ്യരെല്ലാം ജന്മന മനുഷ്യജാതിയാണ് എന്ന് പറയുന്ന, അയിത്തം തെറ്റാണ് എന്ന് പറയുന്ന, ജാതിയെ ഇല്ലാതാക്കുക എന്നാണ് മനുഷ്യരുടെ ദൗത്യം എന്ന് പറയുന്ന ശ്രീനാരായണ ഗുരുവിലാണെങ്കിൽ, നിങ്ങളിപ്പോൾ വിശ്വസിക്കുന്നത് അയിത്തം എന്ന് പറയുന്നത് ഇല്ലാതാക്കണമെന്ന് ഒരു അനുച്ഛേദത്തിൽ തന്നെ എഴുതി വെച്ച ഇന്ത്യയുടെ ഭരണഘടനയിലാണെങ്കിൽ നിങ്ങൾക്ക് വിമോചനമുണ്ട്. അതിന് പകരം നിങ്ങൾ നാരായണീയ പാരായണവും നിങ്ങൾ ഭാഗവത പാരായണവും കർക്കിടമാസത്തിലെ രാമായണ പാരായണവും ഒക്കെ ആയിട്ട് ബ്രാഹ്മണ സ്തുതി പാടാനാണ് തുനിഞ്ഞിറങ്ങുന്നതെങ്കിൽ നിങ്ങളുടെയും എൻ്റെയും ഭാവി എന്ന് പറയുന്നത് വീണ്ടും ബ്രാഹ്മണരുടെ കാൽക്കീഴിൽ അന്ന് ഗാന്ധി അവിടെ നമ്മുടെ കന്യാകുമാരിയിൽ കിടന്നതുപോലെ നായിലും നാണം കെട്ട് വാലാട്ടി കിടക്കേണ്ട കാലം തിരിച്ചു വരും. അതുകൊണ്ട് ഒരു ക്ഷേത്രം പ്രതിഷ്ഠിച്ചു കഴിഞ്ഞപ്പോൾ ശാന്തിക്കാരനെ കിട്ടാൻ എന്ത് ചെയ്യുന്നതായി ചർച്ച. ശ്രീനാരായണ ഗുരുദേവനാണ് ക്ഷേത്രം പ്രതിഷ്ഠിച്ചത്. കമ്മിറ്റിക്കാർ തമ്മിൽ ചർച്ചയാണ്. നാളെ ഗുരു പോകും, പിന്നെ ആരിവിടെ പൂജ ചെയ്യും? അപ്പോൾ ഒരാൾ പറഞ്ഞു ഒരു പോറ്റിയെ കൊണ്ടുവരാം. അപ്പോൾ ഗുരു ഇത് കേട്ടപ്പോൾ പറഞ്ഞു പോറ്റിയെ കൊണ്ടുവരുന്ന നല്ല കാര്യമാണ്, പോയതെല്ലാം തിരിച്ചു വന്നുകൊള്ളും, പോയതെല്ലാം തിരിച്ചു വന്നുകൊള്ളും. അപ്പോൾ പോയതിനെയെല്ലാം തിരിച്ചു കൊണ്ടുവരാൻ കോടതി വഴിയും നിയമങ്ങൾ വഴിയും വ്യവഹാരങ്ങൾ വഴിയും എല്ലാം ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് പ്രിയമുള്ളവരെ, ക്ഷേത്രങ്ങളെ മുൻനിർത്തി ഇത്തരത്തിൽ ഭൂമിയിലും നമ്മളുടെ ആചാരങ്ങളുമെല്ലാം കടന്നു കയറുന്ന ബ്രാഹ്മണികമായ പദ്ധതിയെ നമ്മൾ തകർക്കണം. നിങ്ങൾക്കറിയാമോ, ഈ ക്ഷേത്രത്തിന് പുറത്താണ് ഞാനും നിങ്ങളും ഒക്കെ നമ്മളുടെ മുൻ തലമുറകൾ, നമ്മളുടെ മുത്തശ്ശന്മാർ മുത്തശ്ശിമാർ അവഗണനയും അനീതിയും അപമാനവും നേരിട്ടത് എങ്കിൽ ഈ ക്ഷേത്രം അതിൽക്കകത്തത് നേരിട്ടവരുണ്ടായിരുന്നു. കോട്ടക്കൽ ക്ഷേത്രത്തിൽ താലമെടുക്കാൻ പോകുന്ന നായർ സ്ത്രീകൾ അവരുടെ വസ്ത്രം തറ്റായിരിക്കണം. തറ്റെന്ന് പറഞ്ഞാൽ അരയിൽ നിന്ന് തുടങ്ങി മുട്ടിന് മുകളിൽ അവസാനിക്കുന്ന വസ്ത്രം. അവർ മാറ് മറയ്ക്കാൻ പാടില്ല. മാറ് മറയ്ക്കാതെ വേണം താലമെടുക്കാൻ. ആ സമയത്താണ് നായർ സമുദായത്തിലെ നേതാക്കന്മാർ പ്രസംഗിക്കുന്നത്. നായർ സ്ത്രീകൾ മാറ് മറയ്ക്കാതെ താലമെടുക്കുന്നത് കാണാൻ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു ദേവനീ കോവിലിനകത്തുണ്ടെങ്കിൽ, ക്ഷേത്രത്തിനകത്തുണ്ടെങ്കിൽ നായർ സ്ത്രീകളാരും മേലാൽ താലമെടുക്കാൻ പോകരുത്. എന്തായിരുന്നു ഈ സവർണരുടെ ക്ഷേത്രത്തിനകത്ത് നടന്നിരിക്കുന്നത്?
നൂറ്റാണ്ടുകൾക്ക് മുമ്പേ തോലൻ എന്ന് പറയുന്ന കവി, ഐതിഹ്യമാല എന്ന് പറയുന്ന പുസ്തകം നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തേക്കാം. തോലകവി പറയുന്നുണ്ട് എന്താണ് ക്ഷേത്രത്തിൽ നടക്കുന്നതെന്ന് തോലകവി പറയും. അത് ഇത്രയേ ഉള്ളൂ. അവിടെ ബ്രാഹ്മണർ പൂജ കഴിക്കുകയാണ്. എങ്ങനെയാണ് പൂജ കഴിക്കുന്നത് എന്ന് ചോദിച്ചാൽ, അവർ വരും, കുളിച്ച് കുറ്റിത്തലയും കുടഞ്ഞങ്ങ് അമന്ത്രകുംഭം ചൊരിയുന്ന നേരം ഭ്രമിച്ചു ദേവൻ ചുമരോടലച്ചു നീരോവിലൂടെ ഗമനം ചകാര. അതായത് കുളിച്ച് കുറ്റി തലമുടയും കുടഞ്ഞ് ഒരു ബ്രാഹ്മണൻ വന്ന് ഒരു കുടം വെള്ളം ദേവൻ്റെ തലയിലൂടെ ഒഴിക്കും. ചൊല്ലുന്ന മന്ത്രങ്ങളെല്ലാം തെറ്റായിരിക്കും. ഇത് കേൾക്കുമ്പോൾ തന്നെ ദേവൻ പേടിച്ച് നീരോവിലൂടെ ഇറങ്ങി ഓടിക്കളയുമെന്നാണ് പറയുന്നത്. അതുമാത്രമല്ല, അവർ ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ വരും, അവർ ദീപശാന്തികൾ ചെയ്യുന്നു. ഒരുപാട് വിളക്കുകൾ കഴുത്തി വയ്ക്കും. അതിനുശേഷം എന്ത് ചെയ്യും? തത്രത്യ ബാലവനിതാമദനാർത്തി ശാന്തി. ആ ക്ഷേത്രത്തിൽ വരുന്ന ബാലികമാരുടെയും വനിതകളുടെയും ഒക്കെ മദനാർത്തിയുടെ ശാന്തി നടത്തി കൊടുക്കും. അതിനുശേഷം എന്താണ്? പക്വാജ്യ പായസരസേ. അവർ ഈ പായസവും ശർക്കരയുമൊക്കെ നെയ്യുമൊക്കെ ഉരുട്ടി കഴിച്ച് അവരുടെ വയറിലെ ജഡനാഗ്നിയെ ശമിപ്പിക്കും. കാലക്രമേണ ജഗദീശ്വര ശക്തിശാന്തി. പിന്നെ സമയം കിട്ടുകയാണെങ്കിൽ ദേവനൊരു പൂജ്യം കഴിക്കുക എന്നുള്ളതായിരുന്നു ഇതിൻ്റെ അകത്തെ അരാജക ജീവിതം ഒരു കാലത്ത് ക്ഷേത്രങ്ങൾക്കകത്ത് നടന്നിരുന്നത്. നമ്മുടെ നാട്ടിലെ സമ്പ്രദായങ്ങൾ നമുക്കറിയാം. നമ്മളിപ്പോൾ മോഹിനിയാട്ടം കളിക്കുന്നു, നമ്മളിപ്പോൾ വലിയ നമ്മളുടെ നൃത്തങ്ങളെ പറ്റി പറയുന്നു. ഈ നൃത്തരൂപങ്ങളുടെ എല്ലാം ചരിത്രത്തിലേക്ക് ചികഞ്ഞു പോയാൽ ക്ഷേത്രത്തിനകത്ത് ഈ പുരോഹിതരുടെ മനോവൈകൃതങ്ങൾക്ക് വേണ്ടി ജീവിതം ത്യജിച്ച നൂറുകണക്കായ സ്ത്രീകളെ നമുക്ക് കാണാം. ഇതൊരു ചരിത്രമാണ്. സ്വന്തം അച്ഛനിൽ നിന്ന് ഒരു ആലിംഗനം കിട്ടാൻ യോഗമില്ലാത്ത മക്കളെ നമുക്ക് കാണാം. കാരണം ബ്രാഹ്മണരുടെ വീട്ടിലെ മൂത്ത പുത്രന് മാത്രമാണ് വിവാഹം കഴിക്കാൻ അവകാശമുള്ളത്. രണ്ടാമത്തെ പുത്രൻ മുതലുള്ള എത്ര പുത്രന്മാരുണ്ടോ അവരെല്ലാവരും മറ്റു വീടുകളിൽ സംബന്ധമാണ്. അങ്ങനെ സംബന്ധത്തിന് പോകുമ്പോൾ അവിടെ ബ്രാഹ്മണർക്ക് മക്കളുണ്ടാകും. ആ സംബന്ധത്തിന് വിധേയരാകേണ്ടി വരുന്നത് നായർ സ്ത്രീകളോ വയർ സ്ത്രീകളോ പിഷാരുടെ സ്ത്രീകളോ ഒക്കെ ആയിരിക്കാം. അങ്ങനെയുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുട്ടികളുണ്ടാകും. ആ കുട്ടികളുടെ അച്ഛനൊരു നമ്പൂതിരിയായിരിക്കും. ആ ചട്ടമ്പി സ്വാമികളെ പറ്റി നമ്മളിപ്പോൾ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛനൊരു ബ്രാഹ്മണനാണ്. മന്നത്ത് പത്മനാഭനെ പറ്റി നമ്മളിപ്പോൾ പറയുമ്പോൾ മന്നത്ത് പത്മനാഭൻ നായരാണ്. അദ്ദേഹം പേരിൽ നിന്ന് ജാതി ഉപേക്ഷിച്ച ആളാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛനും ഒരു ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട ആളാണ്. എങ്ങനെ വന്നു എന്ന് വെച്ചാൽ ഈ അച്ഛൻ്റെ ആശ്ലേഷം ഒരിക്കൽ പോലും ഈ മകന് കിട്ടിയിട്ടില്ല. കാരണം അച്ഛൻ ബ്രാഹ്മണനും മകൻ താഴ്ന്ന ജാതിയിൽപ്പെട്ടവനും ആയതുകൊണ്ട് അച്ഛൻ മകനെ തൊട്ടാൽ അച്ഛൻ അശുദ്ധമാകുമെന്ന് അച്ഛനും അച്ഛൻ്റെ തലമുറയും വിശ്വസിക്കുന്നതുകൊണ്ട് അങ്ങനെ അച്ഛൻ്റെ സ്നേഹം കിട്ടാതെ വളരേണ്ടി വന്ന ഗതികെട്ട പുരുഷന്മാരുടെയും മക്കളുടെയും കാലത്തിൽ നിന്ന് ഇവരെയെല്ലാം വിമോചിപ്പിച്ചത് നവോത്ഥാനമാണ്. ഇവിടെ കഴകം ചെയ്യുന്ന ആളുകൾക്ക് ഇപ്പോൾ സ്വന്തം ഭൂമിയുണ്ടെങ്കിൽ ആ ഭൂമി അവർക്ക് കിട്ടുന്നത് കേരള ഐക്യ. ഈ ഭൂമിയെ പറ്റി പരിഷ്കരണത്തെ പറ്റി പറഞ്ഞല്ലോ. കഴകക്കാരൻ കഴകം നിർത്തുന്ന ദിവസം ഭൂമി തിരിച്ച് ക്ഷേത്രത്തിന് കൊടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണമായിരുന്നു. ആ സ്ഥിതിക്ക് മാറ്റം വന്നത് ഇവിടുത്തെ ഭൂബന്ധങ്ങളിൽ ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യ സർക്കാരുകൾ മാറ്റം കൊണ്ടുവന്നപ്പോഴാണ്. അതായത് ഇവിടെ വന്ന നവോത്ഥാനം, അയ്യങ്കാളിയും ശ്രീനാരായണ ഗുരുവും നടത്തിയ നവോത്ഥാനം, ഇത്തരത്തിലുള്ള പോരാട്ടങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ ശ്രീകേശവൻ്റെ സമരങ്ങൾ, സഹോദരൻ അയ്യപ്പൻ്റെ സമരങ്ങൾ, ഇവിടെ കുമാരനാശാൻ നടത്തിയ ഇടപെടലുകൾ, ഇങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ഇടപെടലുകളും യഥാർത്ഥത്തിൽ വിമോചനം സാധ്യമാക്കിയത് എനിക്കും നിങ്ങൾക്കും മാത്രമല്ല, മറിച്ച് ഈ ക്ഷേത്രത്തിനകത്തുള്ളവർക്കും ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി ജീവിക്കുന്നവർക്കും ക്ഷേത്രത്തിൻ്റെ ഒരാൾമക്കാരായും കൈക്കാരന്മാരായും ഇപ്പോൾ അഭിമാനിക്കുന്നവർക്കുമെല്ലാം അഭിമാനകരമായൊരു ജീവിതമുണ്ടായത് ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും എല്ലാം ഈ നാട്ടിൽ ജനിച്ച് ജീവിച്ചപ്പോഴാണ് എന്നിവർ മനസ്സിലാക്കണം. ഇന്നിപ്പോൾ ശ്രീനാരായണ ഗുരുവിനെ എതിർക്കുന്ന ആളുകൾ, ഗുരുവിൻ്റെ ഒരു മണ്ഡപം ഇവിടെ ഉയരരുത് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ, ആ ആളുകൾ ഗുരുവില്ലാത്ത കാലത്ത് സ്വന്തം അച്ഛന്മാരെ കെട്ടിപ്പിടിക്കാൻ ഒരു ഉമ്മ വാങ്ങിക്കാൻ സാധിക്കാത്ത ഗതികെട്ട ജന്മങ്ങളായിരുന്നു എന്ന് അവർ ഓർക്കണം. ആ കാലത്തേക്കുള്ള തിരിച്ചുപോക്കിനാകരുത് നിങ്ങൾ ശ്രമിക്കുന്നത്. ഗുരു ഒരു വിളക്കാണ്. ആ വിളക്കിൻ്റെ പ്രകാശത്തിലാണ് ഞാനും നിങ്ങളും പുതിയൊരു ജീവിതം കണ്ടെത്തിയത് എന്ന് അവർ മനസ്സിലാക്കണം. ഇവിടെ ഉയരുന്ന ഒരു മണ്ഡപമുണ്ടെങ്കിൽ, ഇവിടെ ഉയരുന്നൊരു സ്ഥാപനമുണ്ടെങ്കിൽ ആ സ്ഥാപനം കേവലം മരടിലെ ഈഴവരുടേത് മാത്രമായിരിക്കില്ല. ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാഴുന്നൊരു മാതൃകാസ്ഥാനമായി മരടിലെ ഈ പറയുന്ന ശ്രീനാരായണീർക്ക് നഷ്ടപ്പെട്ട 39 സെൻറ്റിലെ ബാക്കി നിൽക്കുന്ന 13 സെൻറ്റ് ഭൂമി അവശേഷിക്കുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിക്കാനുള്ള സമയമാണിത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരു കാലത്തും ഈ പറയുന്ന ഹിന്ദുമതത്തിൻ്റെ വർഗീയതയുടെ പിന്നാലെ പോകാതിരിക്കുക. നിങ്ങൾ വർഗീയവാദികളാകാതിരിക്കുക. നിങ്ങൾ ജാതീയതയിൽ വിശ്വസിക്കാതിരിക്കുക. നിങ്ങളെക്കാൾ താഴ്ന്ന ജാതിക്കാർ
ജാതിക്കാരുണ്ട് ഈ നാട്ടിലെന്ന് നിങ്ങൾ വിശ്വസിക്കാതിരിക്കുക. അങ്ങനെ നിങ്ങൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ബ്രാഹ്മണരോട്, ഇവിടുത്തെ സവർണരോട് പൊരുതാനുള്ള ധാർമ്മികമായ അവകാശമുള്ളൂ. ഇവിടുത്തെ ഏതെങ്കിലും ചില ജാതിക്കാർ ഞങ്ങളെക്കാൾ താഴ്ന്ന ജാതിയാണ് എന്ന് വിശ്വാസം നിങ്ങൾ ഒരാൾക്കെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പോരാട്ടം നടത്താൻ അവകാശമില്ല. ഗുരു പറഞ്ഞതുപോലെ മനുഷ്യരെല്ലാം ജന്മന ഒരു ജാതിയാണ് എന്ന തത്വത്തിൽ നിങ്ങൾ അടിയുറച്ചു വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പോരാട്ടം തുടരുക. മരടിലെ ശ്രീനാരായണീയർ ഒറ്റയ്ക്കാവില്ല. നിങ്ങളോടൊപ്പം ഈ ജനാധിപത്യ കേരളം, ഈ നവോത്ഥാന കേരളം, ഈ പ്രബുദ്ധ കേരളം, ഇവിടുത്തെ മലയാളികൾ, ഈ ഭരണഘടനയിൽ വിശ്വസിക്കുന്നവർ മുഴുവൻ പേരും. അന്ന് സി കേശവൻ ഒരു നിവർത്തന പ്രക്ഷോഭം നടത്തിയ സമയത്ത് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എല്ലാം അതിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നൊരു കഥ ഞാൻ പറഞ്ഞു. അത്തരത്തിൽ ഇവിടെ മനുഷ്യരെല്ലാം ജന്മനാ സമന്മാരാണ് എന്ന് വിശ്വസിക്കുന്ന എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും പെട്ട എല്ലാ സമുദായത്തിലും പെട്ട ആളുകൾ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, നിങ്ങളുടെ ഈ ഭൂമിയിൽ ആർക്കെങ്കിലും ഇത്തരത്തിൽ ആചാരപരമായ ഒരു അവകാശമുണ്ടെങ്കിൽ ആ അവകാശം അവർ ആ പബ്ലിക് റോഡിലും അതിൻ്റെ അപ്പുറത്തുള്ള പാർക്കിലും ആദ്യം ചോദിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി.